हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ നമസ്തേ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഒത്തിരി ദിവസമായ പോലെ തോന്നുന്നു ഒത്തിരി ദിവസമായി എനിക്ക് തോന്നുന്നു ജൂൺ 9-നാണ് നമ്മൾ ലാസ്റ്റായിട്ട് ക്ലാസ് എടുത്തത് പിന്നെ ക്ലാസ് എടുക്കാനേ പറ്റിയിട്ടില്ല ശരിയല്ലേ പക്ഷേ ഫോൺ മാറ്റിയിട്ട് പുതിയ ഫോണിൽ ക്ലാസ് എടുത്തപ്പോഴേ എനിക്ക് അതിനോട് അങ്ങ് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഭഗവതി സാർ ഗുഡ് മോർണിംഗ് എന്തോ ഒരു 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 പൊരുത്തക്കേട് പോലെ തോന്നുന്നു ഈ ഫോണിലിരുന്ന് ക്ലാസ് എടുത്തപ്പോൾ കുഴപ്പമില്ലല്ലോ പഴയ ലൈവ് വരുന്ന പോലെ തന്നെയല്ലേ വരുന്നത് കറക്റ്റായിട്ട് തന്നെയല്ലേ പക്ഷെ അല്ലേ എന്തോ എനിക്കൊരു ഒരു പൊരുത്തക്കേട് തോന്നുന്നു കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ കൊണ്ടെടുക്കുന്നൊരു ഫോൺ ഉണ്ട് പക്ഷെ അതിലാണ് ഇത്രയും കാലം ഞാൻ ലൈവ് എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയതുകൊണ്ടാണ് പുതിയൊരു ഇതിലേക്ക് വന്നത് പക്ഷെ എന്തോ എനിക്കൊരു ഒരു ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നു സാറില്ലേ പോട്ടെ ശരിയാവുമായിരിക്കും പുതിയ ഫോൺ ആയതുകൊണ്ടായിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും ഞാൻ കുറേ ദിവസത്തിന് ശേഷം കാണുകയാണ് പിന്നെ ഇപ്പം നമസ്തേ രാവിലെ ഇപ്പോൾ ക്ലാസ് വയ്ക്കാൻ കാരണം ഇപ്പോൾ ഒരു കുറച്ച്
കുറച്ച് സമയം ക്ലാസ് എടുക്കാൻ കാരണം വെച്ചാൽ ഇന്നലെ വരേക്കും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സുഖപ്പ, ഇന്നലെ വരെ എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ക്ലിയർ ആണ്. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇനി ഒരുപാട് ക്ലാസ് ഇപ്പം മിസ്സായിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ, കാരണം ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഓരോരോ കാര്യങ്ങളിൽ ജോലി കാര്യങ്ങൾ, ഷൂട്ട്, ഡബ്ബിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബിസി ആകുമ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും ചെയ്യും. ഞാനൊട്ട് ക്ലാസ് എടുക്കാതെ ഇപ്പോഴെടുക്കുക, രാവിലെ എടുക്കുക, വൈകുന്നേരം എടുക്കുക, ഈ ലോട്ടറിക്കാരെ പോലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊരു ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ലൈവ് എടുക്കാമെന്ന് ഓർത്തത്. എനിവേ, ഒരുപാട് സന്തോഷം. എല്ലാവരും, ഇന്ന് പൗർണമിയാണ്. ക്ഷീണിച്ചു? താങ്ക് യു സോ മച്ച് ചിഞ്ചു മാതാജി, ഒരുപാട് സന്തോഷം മാതാജി. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കൂടി എങ്ങനെ മെലിയാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കണം. മാതാജിയെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷം. പക്ഷേ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. കാരണം ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വർക്കൗട്ടൊക്കെ ശരിക്കും ശ്രദ്ധിച്ചത് കൊണ്ടാവാം ഒന്നും കൂടി വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അറിയാലോ, എന്താണ്, പൗർണമിയാണ്. ദേവി മഹാത്മ്യം നിർബന്ധമായിട്ടും വായിക്കേണ്ട ദിവസമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും മഹാത്മ്യം കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പോൾ വീണ്ടും അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പം അതൊക്കെ ഇന്നും നാളെയായിട്ട് ഇനി അതും കിട്ടും. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ബുധനും വ്യാഴത്തോടു കൂടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മഞ്ജരീസിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇപ്പം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുഖം അമ്മ, സുഖം. കഴിഞ്ഞ ദിവസം ഒരു മാതാജി എന്നെ വിളിച്ചിരുന്നു, എന്തോ ഒരു പേര് ബീനാമ മറ്റോ. അവരെന്നോട് പറയും, മാതാജി 2-ാം തീയതി അയച്ചതാണ്, എനിക്ക് 13-ാം തീയതിയാണ് കിട്ടിയതെന്ന്. ഓ, രാജി മാതാജിയുടെ മോളോ, ഇതെവിടെ ഉണ്ടെന്ന് പറയൂ. അപ്പോൾ ചില സമയത്ത് കേരളത്തിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിലേ കൊണ്ടൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കിട്ടും. ഒരു 80, 85, 90% ആളുകൾക്കും ഇവിടുന്ന് നമ്മൾ അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും പുതിയ ഓർഡേഴ്സോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചിലത് 1-2 പെൻഡിങ് ആയി പോയിട്ടുണ്ടാവും. ബാക്കി ബുക്സൊക്കെ നിങ്ങൾക്ക് ഉടനെ വരും. എല്ലാവരും വായിക്കുക. അങ്ങനെയാണ്. ഇനിയിപ്പം നമുക്ക് ഇനിയും കുറച്ച് നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. അന്നദാനങ്ങൾ, മൂകാംബിക യാത്ര, തിരുപ്പതി യാത്ര, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യണം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരേ ചരടിൽ കൊണ്ടുപോകണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലി കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അതൊക്കെ പോണം മാതാജി. ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ആവട്ടെ. എല്ലാം കൂടി നമുക്ക് എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റൂല. രാജേഷ് പ്രഭു, താങ്ക് യു സോ മച്ച്. മുഖത്ത് ഐശ്വര്യം കൂടി. ശരിക്കും മൊബൈൽ മാറ്റിയിട്ടായിരിക്കും അപ്പം, വേറെ ഒന്നല്ല. മൊബൈൽ മാറ്റിയതുകൊണ്ട് ആ ഫോണിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ചു. ഇനി അത് ഉപയോഗിക്കാൻ കഴിയില്ല. കടക്കാരൻ പറഞ്ഞു കൊണ്ടുവരരുത്, ഞങ്ങൾ നന്നാക്കി തരൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മാറ്റിയത്. എനിവേ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വിഷ്ണു സഹസ്രനാമം പഠിച്ചത് 80-ാമത്തെ ശ്ലോകമാണ് അല്ലേ. അപ്പം ഇത്രയും പേര് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഫ്രീ അല്ലെങ്കിൽ കൂടിയും വീട്ടിൽ വെച്ചിട്ടായാലും കേട്ടോളൂ ക്ലാസ്, കുഴപ്പമൊന്നുമില്ല. 80-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 81-ാമത്തെ ശ്ലോകമാണ്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് വെക്കുക. ഞാൻ ഫ്രീ ആവുമ്പോൾ മെസ്സേജ് നോക്കാം. ഇട്ടാൽ ഉടനെ നോക്കില്ല, അന്നത്തെ ദിവസം തന്നെ നോക്കിക്കോണമെന്നില്ല. ചിലപ്പോൾ അപ്പം തന്നെ നോക്കും, ചിലപ്പോൾ 1, 2, 3 ദിവസം കഴിഞ്ഞ് നോക്കും, ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് നോക്കും. ഒന്നും വിചാരിക്കരുത്, 10,000-3000 മെസ്സേജ് ഒന്നും ഒരേ ഇരിപ്പിന് നോക്കാനുള്ള ശേഷി ഈ അമ്പിളി മാതാജിക്ക് ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇട്ട് വെച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം കേട്ടോ. അയ്യോ സോറി മാതാജി, 7 മണിക്ക് എടുക്കാം, 7:30 ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ കോൾസ് വന്ന് ഡിലേ ആയിപ്പോയി. അതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഡിലേ ആയത്. എനിവേ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 81-ാമത്തെ ശ്ലോകമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. 81-ാമത്തെ ശ്ലോകം എന്താണെന്നുള്ളത്. ഓക്കെ, തേജോ വൃഷോ. ഓക്കെ, തേജോ വൃഷോ ദ്യുതിധരഃ. തേജോ വൃഷോ ദ്യുതിധരഃ സർവശസ്ത്രഭൃതാം വരഃ. സർവശസ്ത്രഭൃതാം വരഃ. തേജോ വൃഷോ ദ്യുതിധരഃ സർവശസ്ത്രഭൃതാം വരഃ. അത് 81-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ ലൈന്. രണ്ടാമത്തെ ലൈന് പ്രഗ്രഹോ. പ്രഗ്രഹോ നിഗ്രഹോ വ്യഘ്രോ നൈക ശൃംഗോ ഗദാഗ്രജ. വായിക്കാൻ കിട്ടുന്നുണ്ടോ? പ്രഗ്രഹോ
നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. ഗദാഗ്രജ. അപ്പോൾ ആ 2 ലൈനും നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ തേജോ വൃഷോ ദ്വിതിധര സർവശസ്ത്രഭൃതാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. കിട്ടിയോ വായിക്കാൻ? അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തേജോ വൃഷോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദിത്യന്റെ രൂപത്തിൽ എല്ലായിടത്തുമുള്ള തേജസ്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യദേവനാണ് അല്ലെ. അപ്പൊ ഈ ആദിത്യന്റെ രൂപത്തിൽ എല്ലായിടത്തും തേജസ് ഉണ്ട്. സൂര്യപ്രകാശം എല്ലായിടത്തും ഉണ്ടല്ലോ. സൂര്യപ്രകാശം എല്ലായിടത്തും ഉള്ളതുപോലെ ഭഗവാന്റെ തേജസ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തേജോ വൃഷ, ആദിത്യന്റെ രൂപത്തിൽ, സൂര്യന്റെ രൂപത്തിൽ, സൂര്യനെ പോലെ, സൂര്യപ്രകാശം നിറഞ്ഞു നിൽക്കുന്നത് പോലെ എല്ലായിടത്തും ഭഗവാന്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്നു. എല്ലായിടത്തും ആ തേജസ് ഇങ്ങനെ വർഷിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ തേജസ് വർഷിക്കുന്നത് ഏതൊക്കെ രൂപത്തിലാണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിന്റെ രൂപത്തില്, വെയിലായിട്ട്, മഴയായിട്ട്, മഞ്ഞായിട്ട്, നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ, അതായത് ഈ പ്രകൃതിയിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാന്റെ തേജസ്സാണ്. ആ തേജസ്, ആ കാരുണ്യം, ആ അനുഗ്രഹം, അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറയും ഇത് എൻ്റെ 5 ഏക്കർ സ്ഥലം എൻ്റെതാണ്, 5 സെന്റ് സ്ഥലം എൻ്റെതാണ്, എൻ്റെത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക ഈ മണ്ണും ഭഗവാന്റെതാണ്. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണം. ഇതും ഭഗവാന്റെ മണ്ണാണ്. കുറച്ചു കാലത്തേക്ക് നമ്മൾ ഈ മണ്ണിന് അവകാശികളായി ഇരിക്കുന്നു, അതും ഒരു പേപ്പറിൽ മാത്രം അല്ലേ. ആ കുറച്ചു കാലം കഴിയുമ്പം ആ സ്ഥലം നമ്മൾ അടുത്ത അവകാശിക്ക് കൊടുക്കുകയാണ്. നമ്മുടെ മക്കളാവാം, മക്കളുടെ മക്കളാവാം, ആരും ആവാം. ഇനി ദാനം കൊടുത്താൽ അത് വേറെ ആർക്കെങ്കിലും ആവാം, മറ്റാരിലേക്കോ പോകും, വീണ്ടും അത് അടുത്ത ആളിലേക്ക് പോകും. ഇങ്ങനെ ഇത് എന്താവും? ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാലം, ഒരു തലമുറ കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെയുള്ള നമ്മളതെന്ന് എന്ന് അവകാശപ്പെടുന്ന ഒന്നും നമ്മുടേതല്ല എന്ന ഒരു ബോധം നമ്മളിൽ വരണം. അവിടെയാണ് ഭക്തിയിൽ നമ്മൾ ഉയരുന്നത്. എൻ്റേത് എന്ന് പറയുന്നിടത്ത് ഒരിക്കലും ഭക്തിയിൽ ഉയരാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനെ തേജോ വൃഷോ എന്ന് പറയുന്നത്. ഭഗവാനെ തേജോ വൃഷോ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാരുണ്യം, തേജസ് ഈ ഭൂമിയിൽ എല്ലായിടത്തും സൂര്യപ്രകാശം പോലെ പടർന്ന് പന്തലിക്കുകയാണ്. ഇനിയോ ദ്വിതിധരഹ, തേജോ വൃഷോ ദ്വിതിധര എന്ന് പറയുന്നത്. ദ്വിതിധര എന്ന് പറഞ്ഞാൽ ദേഹകാന്തിയെ ധരിക്കുന്നവൻ. ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അത്രയും മനോഹരമായിട്ട് ഭഗവത് ഭക്തർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ സൗന്ദര്യം, ആ ദേഹകാന്തി, ഭഗവാന്റെ കാന്തി എന്താണ്, ഭഗവാന്റെ സൗന്ദര്യം എന്താണ്, അത് പറയാൻ ഞാൻ ആളല്ല. എനിക്ക് എത്ര വാചാലയായാലും അത് പറയാൻ കഴിയില്ല. കാരണം എന്താ? അത്രയും സൗന്ദര്യമുണ്ട് ഭഗവാന്. പിന്നെ നമ്മൾ എങ്ങനെ അത് വർണ്ണിക്കും? വാക്കുകൾ പോലും പോരാ ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ. അങ്ങനെയുള്ള കാന്തിയെ ധരിക്കുന്നവൻ ദ്യുതിധര. അതാണ് ഭഗവാനെ ദ്യുതിധര എന്ന് വിളിക്കാൻ കാരണം. പിന്നെയോ സർവശസ്ത്ര ഭൃതാംവരഹ. സർവശസ്ത്ര ഭൃതാംവരഹ എന്ന് പറഞ്ഞാൽ എല്ലാ ആയുധധാരികളിലും വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. ആയുധം കയ്യിലുള്ളവനെ എപ്പോഴും, സാരല്ലേ അമ്മേ, ആയുധം കയ്യിലുള്ളവനെ എപ്പോഴും നമുക്ക് എന്താ പറയാ, അയ്യോ അവന്റെ കയ്യിൽ എന്തോ ആയുധം ഉണ്ട്, നമ്മളൊന്ന് പേടിക്കും അല്ലേ. ആ സമയത്ത് ഒരാൾ നമ്മളെ വീട്ടിലൊരു കത്തിയും കൊണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഡോർ തുറന്ന, അയ്യോ അയാളൊരു ഭ്രാന്തനാ തോന്നുന്നു, അയാളൊരു കത്തിയൊക്കെ ഉണ്ട്, നമ്മളെ കുത്തിക്കൊല്ലാൻ വന്നിരിക്കുക, നമുക്ക് പേടിയുണ്ടാവും. ആയുധം കയ്യിലുള്ളവനോട് എപ്പോഴും നമുക്കൊരു പേടിയുണ്ടാവും. അപ്പോൾ പക്ഷേ ഈ എത്ര ആയുധം കയ്യിലുള്ള വ്യക്തിയാണെങ്കിലും ആ ആയുധം കയ്യിലുള്ള വ്യക്തികളുടെ മുകളിലാണ് ശ്രേഷ്ഠനാണ് ആര്? ഭഗവാൻ. മനസ്സിലാണോ? എത്ര കോടിക്കണക്കിന് ആയുധം കയ്യിലുള്ളവനാവട്ടെ, എത്ര ശക്തിയുള്ളവനാവട്ടെ, ആരുമായിക്കോട്ടെ, അതിൻ്റെ മുകളിലാണ് ഭഗവാൻ, ശ്രേഷ്ഠനാണ് ഭഗവാൻ. അപ്പോൾ എന്തായി? ഏറ്റവും ടോപ്പസ്റ്റിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ എത്ര വലിയ ശത്രു ആണെങ്കിലും ശരി, ആ ശത്രുവിൻ്റെ എല്ലാം മുകളിലാണ്. എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും ശരി, ആ ശക്തിയുള്ളവൻ്റെ എല്ലാം മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കുക, നമ്മൾ ആരെ പേടിക്കണം? ഒന്നും വേണ്ട. ഒരു ഓഫീസിൽ കയറി ചെല്ലാണ്,
അവിടെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു ക്ലർക്ക്, അതും പോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ കയറി ചെല്ലാണ്. അപ്പം അവിടുത്തെ നേഴ്സിനെ നിങ്ങൾക്കറിയാം, എന്താ പറയാ, അതന്നെ രാജ്യമ്മേ, അവിടുത്തെ നേഴ്സിനെ നിങ്ങൾക്കറിയാം, അവിടുത്തെ സുപ്പീരിയർ ഡോക്ടറെയും അറിയാം, ആ ഹോസ്പിറ്റലിന്റെ ഓണറെയും അറിയാമെങ്കിൽ ആരെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മൾ ഏറ്റവും കംഫർട്ടായിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ ഓണർ അല്ലേ? ആ ഓണറിനെ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ നേഴ്സിന്റെ കാല് പിടിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടറിന്റെ കാല് പിടിക്കുന്നത്? ഓണർ പറയാണ്, ഓക്കെ വരൂ, ഇപ്പൊ രേണു മഹേന്ദ്രൻ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, ആ ഹോസ്പിറ്റലിന്റെ ഓണറിനെ അറിയാം. ഓണറാണല്ലോ ഈ ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഡോക്ടറിന്റെ അണ്ടറിലാണ് നേഴ്സ് നിൽക്കുന്നത്. അപ്പൊ ഓണറെ നേരിട്ട് അറിയാവുന്ന രേണു മഹേന്ദ്രൻ എന്താ ചെയ്യുക? നേരെ ഓണറിനെ വിളിക്കും, സർ ഗുഡ് ഇല്ല. അപ്പൊ നേഴ്സ് ചോദിക്കണം, ആരാ, എന്താ, എവിടെ പോകുന്നു ചോദിച്ചാൽ, ഇല്ല ഞാൻ ഹോസ്പിറ്റലിൽ ഓണറെ കാണാൻ വന്നിട്ട് നേഴ്സ് നമ്മുടെ പിന്നാലെ വരും, ഓക്കെ മാം വരൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അവിടെ ഒരു സ്പെഷ്യൽ പ്ലേസ് നമുക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾ കൃഷ്ണഭക്തരാവുകയാണെങ്കിൽ എവിടെയും നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. സീരിയസ്ലി, ഏത് ദേവീദേവൻ, ക്ഷമിക്കണം വൈഫൈ കട്ടായതാണേ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഭക്തരാവാൻ ശ്രമിച്ചാൽ, ഭഗവാനെ അറിയാൻ ശ്രമിച്ചാൽ എവിടെയും നമുക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. കാരണം എന്താ? ഭഗവാൻ സുപ്രീം ലോർഡാണ്. ഈ ഹോസ്പിറ്റലിന്റെ ഓണർ അറിയാമെങ്കിൽ ആ ഹോസ്പിറ്റൽ മൊത്തം നമുക്കൊരു ബന്ധങ്ങളായി അല്ലെ? അപ്പൊ അതേപോലെ ഭഗവാനെ അറിയാൻ ശ്രമിച്ചാൽ എവിടെയും നമുക്കൊരു സ്ഥാനമുണ്ട്. പക്ഷെ ആ സ്ഥാനമൊന്നും നമ്മൾ അർഹിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം എന്താ? നമുക്ക് ഭഗവാൻ മതി, ഭഗവാനാണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുക, ഏത് ആയുധധാരിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക. എത്രത്തോളം ഭഗവാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം താഴ്മയിലേക്ക് വരാം. നമ്മൾക്ക് എന്ത് വേണമെന്ന് ഭഗവാൻ അറിയാം. നമ്മൾ ഒന്നിൻ്റെ പിന്നാലെയും നമ്മൾ പോണ്ട, ഒരു കാര്യത്തിൻ്റെ പിന്നാലെയും പോണ്ട. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒന്നിൻ്റെ പിന്നാലെയും പോണ്ട. ഭഗവാൻ നമുക്ക് തരേണ്ടത് കൃത്യമായ സമയത്ത് തരും. അത് വീടായാലും ശരി, എന്ത് തന്നെയായാലും അദ്ദേഹം തരും. നമ്മൾ അതിൻ്റെ ഇതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച്, അയ്യോ എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ ഒരു സ്ട്രെസ്സും എടുക്കേണ്ട ജീവിതത്തിൽ. എത്രത്തോളം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും അത്രത്തോളം സമാധാനത്തോടെ ഇരിക്കുക. എല്ലാം കേൾക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനോടും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ട? വാചാലതയായിട്ട് പോയി എല്ലാത്തിനോടും ബഹളം ഉണ്ടാക്കാൻ പോയി അതൊന്നും വേണ്ട. സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മൾക്ക് നേരെ വരുന്ന എന്തും അത് ഈശ്വരൻ നോക്കിക്കോളും, ഗുരുവായൂരപ്പൻ നോക്കിക്കോളും, പേടിക്കേണ്ട. മനസ്സിലാവുണ്ടോ പറയണത്? ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. കാരണം എന്താ? ഭഗവാനാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ഭഗവാനെയാണ് അറിയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലാണ് നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മളെ കൈവിടില്ല. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ദൈവത്തെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന എന്ത് അസുഖങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, ശത്രുക്കളാവട്ടെ, ആരുമായിക്കോട്ടെ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ അത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം എന്താ? അദ്ദേഹം ശ്രേഷ്ഠനാണ്. നമ്മുടെ കഷ്ടതകൾ കാണുന്നുണ്ട്, നമ്മുടെ വിശപ്പ് കാണുന്നുണ്ട്, ഇല്ലായ്മകൾ കാണുന്നുണ്ട്, പ്രയാസങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായ സമയത്ത് അദ്ദേഹം നമ്മൾക്കത് വേണ്ടത് തരും. ഓക്കെ. അപ്പോൾ പിന്നെയോ, പിന്നെ പറയുന്നു പ്രഗ്രഹ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭക്തന്മാർ സമർപ്പിക്കുന്ന പത്രപുഷ്പാദികളെ പ്രഹർഷേണ ഗ്രഹിക്കുന്നവൻ. ഭഗവാന് കോടിക്കണക്കിന് രൂപ കൊടുക്കണ്ട, ഭഗവാന് കോടിക്കണക്കിന് സമ്പാദ്യമോ സ്വത്തോ സ്വർണമോ കൊടുക്കണ്ട. അതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഭഗവാന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി നമ്മൾക്ക് ഈ ഭൗതികതയിൽ ജീവിക്കാൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നതാണ്. ഭഗവാന് കൊടുക്കേണ്ടത് എന്താണ്? ഒരു തുളസി. ആ തുളസി നമ്മൾ നട്ട് പരിപാലിച്ച് വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഇല പറിച്ച് അദ്ദേഹത്തിന്റെ പാദത്തിൽ വെച്ചാൽ അദ്ദേഹം വളരെ ഹാപ്പി ആയിരിക്കും. വെക്കുമ്പോൾ തികഞ്ഞ മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തിന്റെ പാദത്തിൽ വെക്കുക. ഗുരുവായൂരപ്പ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും പുറത്ത് അടിയൻ സമർപ്പിക്കുന്ന ഈ തുളസി ഇല അവിടുന്ന് സ്വീകരിക്കണേന്ന് പറഞ്ഞാൽ അതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ സമർപ്പണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു യഥാർത്ഥ ഭക്തന്റെ സമർപ്പണം അതാണ്. ഞാനിത് എല്ലാ ക്ലാസ്സിലും പറഞ്ഞു തരാനുണ്ട്. ആ സമർപ്പണത്തിലൂടെ അദ്ദേഹത്തിന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി നമ്മളിൽ കടാക്ഷിക്കുകയാണെങ്കിൽ ആ ലക്ഷ്മിയെ കൂട്ടിപ്പൂട്ടി എടുത്തു വെക്കാതെ വിശക്കുന്നവന് ഭക്ഷണം നൽകുക, ഇല്ലാത്തവന് ഉടുക്കാൻ നൽകുക, തെരുവിൽ കിടക്കുന്നവന് അഭയമാവുക, ഒറ്റപ്പെടുന്നവന് ആശ്വാസമാവുക, വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തവരെ സഹായിക്കുക, മരുന്നില്ലാത്തവരെ സഹായിക്കുക,
ഇങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതേ ഉള്ളൂ ഭക്തിയുടെ വഴി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ എത്രയോ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെന്നെങ്കിലും ഒരു 10 രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഭഗവാന്റെ ഒരു പ്രഭാഷണം 10 ഭക്തര് വന്നിരുന്നിട്ട് ഭഗവാന്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിലെന്തിനാണ് നമ്മൾക്ക് പ്രതിഫലം? പല ക്ഷേത്രങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, അല്ല മാതാജി നിങ്ങൾ വന്നു പോന്ന്. അത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ കൂട്ടായ്മയിൽ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ ഞാൻ ഇവിടെ എത്തും, ഇവിടെ വന്ന് പ്രഭാഷണം ചെയ്യും. പ്രഭാഷണവും ചെയ്ത് നമ്മൾ തിരിച്ചു പോകും. അതിന് ഈ ക്ഷേത്രമുറ്റത്തുനിന്ന് നമുക്കൊരു രൂപ വേണ്ട. ഇപ്പൊ ലാസ്റ്റ് സ്കന്ദപുരാണം പറയാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച ആള്, അല്ല എങ്ങനെയാണ് നിങ്ങളുടെ ഫീസൊക്കെ? ഞാൻ പറയാം, എന്തിനാ ഫീസ്? ഞാൻ പറയാൻ വരുന്നത് പ്രഭാഷണം സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണത്തിന്റെ വാല്യൂ താങ്കൾക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? എനിക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? നമുക്ക് രണ്ടുപേർക്ക് നിശ്ചയിക്കാൻ പറ്റൂല അല്ലേ? കാരണം എന്താ? അത് സ്കന്ദന്റെ പുരാണമാണ്. അദ്ദേഹം ഇരിക്കുന്ന മണ്ണിൽ അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ താങ്കളെ വിളിക്കുമ്പോൾ ഞാൻ താങ്കൾക്ക് പൈസ തരണോ? അല്ലെ താങ്കളെ വീട്ടിലേക്ക് എന്നെ വിളിക്കുമ്പോൾ താങ്കൾ എനിക്ക് ഞാൻ വരുന്നതിന് പൈസ തരണോ? ഇല്ലല്ലോ. അതേപോലെ ഭഗവാന്റെ മണ്ണിലേക്ക് ഭഗവാൻ എത്രയോ കോടി ജന്മങ്ങൾക്ക് എനിക്ക് തന്ന ഒരു പുണ്യമാണ് അദ്ദേഹത്തിന്റെ മണ്ണിൽ വന്നിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയണം. അതിന് എനിക്ക് ഫീസ് ആവശ്യമില്ല. ഇത് എൻ്റെ ജോലിയല്ല, എൻ്റെ ജോലി വേറെയാണ്. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഡബ്ബിങ്ങും ഷൂട്ടിങ്ങും കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ ഉപജീവന മാർഗം. ഈ ഭഗവാന്റെ കാര്യം പറഞ്ഞിട്ട് വന്ന് നിങ്ങളോട് പൈസ വാങ്ങുന്നതല്ല ഉപജീവന മാർഗം. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്ര പുരോഗതിക്ക് ഉപയോഗിക്കൂ. ഇതാണ് നമ്മൾ ആൻസർ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്കൊപ്പം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാവങ്ങളെ സഹായിക്കുക, മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തുക. അതിലിപ്പോൾ 2 വശം ഉണ്ടാവും. ചിലപ്പോൾ നല്ലത് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ടാവും. നല്ലതിൽ സന്തോഷിക്കാതിരിക്കുക, ചീത്തയിൽ വിഷമിക്കാതിരിക്കുക. സുഷാമാതാജി, കാരണം എന്താ? നല്ലത് പറയുന്ന നാവ് കൊണ്ട് നാളെ ചീത്ത പറയാം, ഇന്ന് ചീത്ത പറയുന്ന നാവ് കൊണ്ട് നാളെ നല്ലത് പറയാം, എന്തും സംഭവിക്കാം. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്. ആ അടിയുറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. മനസ്സിലായോ? ഇനി എന്താ പറയണത്? അപ്പോൾ ഭക്തന്മാർ സമർപ്പിക്കുന്ന പുഷ്പങ്ങളാവട്ടെ തീർത്ഥമാവട്ടെ അത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഡെയിലി ഭഗവാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചുകൂടാ? ഭഗവാനെ അവിടുന്ന് ഇത് സ്വീകരിക്കൂ കൃഷ്ണ എന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല? തുറന്ന മനസ്സോടെ കൃഷ്ണ എന്ന നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ആ നാമം പോലും ഈശ്വരനാണ്. അത്രേ വേണ്ടൂ, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരൊന്ന് തൊഴാൻ പോണം, കയ്യിൽ കാശില്ല. എന്തിനാ ഗുരുവായൂർ പോകാൻ ഇത്രയും കാശ്? ഗുരുവായൂർ അമ്പലത്തിന്റെ വിശാലമായ കുളം അവിടെ കിടക്കുന്നില്ലേ? ഒന്ന് കുളിച്ച് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കൽ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നതിന് എന്താ നമുക്ക് ഇത്ര നേരം? പൂന്താനം തിരുമേനി വണ്ടിയും ബസ്സും ഒന്നും ഇല്ലാത്ത കാലത്ത് കാട്ടിലൂടെ നടന്നു വന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പോയൊരു കാലുണ്ട് ഇല്ലേ? നടന്നു വന്നിട്ട് ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോകാൻ വയ്യ നമുക്ക് ഗുരുവായൂർ നടക്കില്ലേ? കാരണം എന്താ? അയ്യോ അത് റൂം അങ്ങനെ റൂം ഇങ്ങനെ, പലപ്പോഴും റൂം ബുക്ക് ചെയ്യുമ്പം റൂമിന്റെ ഫോട്ടോ അയക്കാമോ? ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ശരിക്കും മണ്ടടിച്ചു പോകാറുണ്ട്. ഇതേ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ എവിടെയെങ്കിലും ടൂർ പോകണമെങ്കിൽ അതൊക്കെ ആസ്വദിക്കാൻ പോവാണ്. പക്ഷേ എന്താ പറയാ, റൂമിൽ അങ്ങനെയാണ് ഇതാണ് ഇതൊന്നും എന്തോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. നമ്മൾ കാണാൻ പോണത് ഗുരുവായൂരപ്പനെ അല്ലേ? ശരിയാണ്, നമുക്ക് അവിടെയൊക്കെ കുളിച്ച് അങ്ങനെയൊക്കെ തൊഴാൻ കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടാവും. അവിടെ ക്ലോക്ക് റൂമുണ്ട്, സാധനങ്ങൾ വെക്കാൻ ലൈൻ നിൽക്കണം, എല്ലാം പ്രയാസം തന്നെ. എങ്കിൽ കൂടിയും നമ്മൾക്ക് മുമ്പിൽ ഗുരുവായൂർ പോകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യത്തിനെയും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നിട്ട് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ട് ഭഗവാനെ കാണാൻ ചെല്ലുക. ആ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതും മടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അത്ര കാലങ്ങളും നെഞ്ചു പൊട്ടിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പെയ്തൊഴിഞ്ഞ മഴ പോലെയായി തീരും. അവിടെ തീരാത്ത ദുഃഖങ്ങളില്ല, അവിടെ കിട്ടാത്ത ഉത്തരങ്ങളില്ല. സാരമില്ല ലാലി മാതാജി. അതാണ് ഗുരുവായൂരപ്പന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ അട്രാക്ഷൻ നമ്മൾ അനുഭവിച്ചറിയാം. പിന്നെ പല ആൾക്കാരുണ്ട് അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയും, കുറെ സെൽഫി എടുക്കും, കഥ പറയും, ഫോട്ടോ ഇടും. നിങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ വേറെ എവിടെയെങ്കിലും നടത്തിക്കോളൂ. നമസ്തേ പാ. അതെല്ലാം വിട്ടിട്ട് അവിടെ ചെന്നിരുന്ന് നിശബ്ദമായി ഇരുന്നിട്ട് കുറച്ചു നേരം ധ്യാനിക്കുക, സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ആ ഭൂലോക വൈകുണ്ഠനാഥന്റെ നടയിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നൽകിയൊരു അദ്ദേഹം ഇട്ടൊരു പിച്ചയാണ് ആ മണ്ണ് നമുക്ക് ചവിട്ടാൻ കിട്ടിയ അവസരം. അവിടെ പോയിരുന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്താണ്,
ഇനി ഞാൻ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് എനിക്ക് ജീവിതത്തിൽ ശരികേടായത്, എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത്, എൻ്റെ ഏത് തീരുമാനമാണ് എന്നെ വേദനയിലേക്ക് എത്തിച്ചത്, ഞാൻ ആരോടൊക്കെയാണ് വിഷമം സംസാരിച്ചിരിക്കുന്നത്, അങ്ങനെ 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 ഓരോന്നും നമ്മൾ ചിന്തിക്കുക. എൻ്റെ വാക്കുകൾ കൊണ്ട് ആരൊക്കെയാണ് വേദനിച്ചിരിക്കുന്നത്, ഇനി എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് മാറ്റേണ്ടത്, ഇങ്ങനെ നമ്മളൊരു സ്വയം ഒരു അവലോകനം ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ അവലോകനത്തിലൂടെ ജീവിതം ഓരോ പ്രാവശ്യവും മാറ്റി വരച്ചിട്ട് വേണം ഗുരുവായൂർ പടി തിരിച്ചിറങ്ങാൻ. ഇനി എന്താണ് ഈശ്വരൻ എന്നെ വിളിക്കാൻ പോകുന്നത്, അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാം. സൂപ്പർ സൂപ്പർ മാതാജി, മാറ്റം കൊണ്ടുവരാം. അല്ലാതെ ഞങ്ങൾ ഗുരുവായൂരിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സെൽഫിയൊക്കെ ഇട്ട് കുറച്ച് പാട്ടൊക്കെ പാടി ഒരു മയിൽപ്പീലൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങ് പിടിച്ച് പോസ് ചെയ്തത് കൊണ്ട് ഇത് ഭക്തിയല്ല. ഇതിനെ ഭക്തി എന്ന് പറയാൻ കഴിയില്ല. ഭക്തി ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനം ഹൃദയം കൊണ്ട് ഈശ്വരനെ അടുത്തറിയുന്ന അവസ്ഥയിലൂടെ കിട്ടത്തുള്ളൂ, അല്ലാണ്ട് കിട്ടൂല. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നിഗ്രഹ എന്ന് പറയുന്നു. നിഗ്രഹ നിഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ അധീനമാക്കി എല്ലാറ്റിനെയും നിഗ്രഹിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്താ? കാലം 4 എണ്ണം കഴിയുമ്പം സമസ്തവും ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്ന അദ്ദേഹം പറയുന്നത്. നിഗ്രഹിക്കുക, എല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ ലയിച്ചു ചേരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലം കഴിയുമ്പോൾ നമ്മുടെ ആത്മാക്കളെല്ലാം പരമാത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനിലേക്ക് തന്നെ ലയിച്ചു ചേരാനുണ്ട്. അപ്പം നമ്മൾ പറയോ, ഞാനിപ്പോൾ വരില്ല കേട്ടോ, എനിക്ക് വരാൻ സമയമില്ല, ഞാനിനി അടുത്ത സത്യയുഗത്തിലും കൂടെ ജീവിച്ചിട്ടേ വരൂ, അങ്ങനൊന്നും പറയില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ വിധിക്കപ്പെട്ട ജീവാത്മാക്കളാണ്. ആ ജീവാത്മാവിനെ ചോദ്യം ചെയ്യാനോ ആ ജീവാത്മാവിൻ്റെ ചൊൽപ്പടിക്കല്ലാതെ ജീവിക്കാനോ നമുക്ക് ആർക്കും അർഹതയില്ല. അങ്ങനെ എല്ലാം അദ്ദേഹത്തിന്റെ അധീനമാക്കിക്കൊണ്ട് എല്ലാറ്റിനെയും നിഗ്രഹിക്കുന്ന ആ ഗുരുവായൂരപ്പനെയാണ് നമ്മൾ നിഗ്രഹ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത്. പിന്നെയോ വ്യഗ്ര. വ്യഗ്രഹ എന്ന് പറഞ്ഞാൽ വിഗതമായിരിക്കുന്ന അഗ്രത്തോട് കൂടിയവൻ, അതായത് അന്തമില്ലാത്തവൻ. ഭഗവാന്റെ തുടക്കവും ഒടുക്കവും നമുക്ക് പറയാൻ പറ്റുമോ? ഗുരുവായൂരപ്പന്റെ പറയാൻ പറ്റില്ല. തുടക്കം എന്താണ് അവസാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നതിൽ വ്യഗ്രത കാണിക്കുന്നവനാണ് ഭഗവാൻ. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യമായിരിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് പൊന്നു ഗുരുവായൂരപ്പ എനിക്ക് കല്യാണം നടക്കണം എന്നായിരിക്കും ഒരു വിവാഹിതനല്ലാത്ത ഒരു വ്യക്തി സംസാരിക്കുന്നത്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇനി വീടില്ലാത്ത ഒരാളാണെങ്കിലോ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് കിട്ടണം. ഇവൻ ഇത് 10 പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, ഈ 10 പ്രാവശ്യം അവൻ വീട് ചോദിക്കുന്നുണ്ട്. ഭഗവാനെ ഞാൻ വാടകയ്ക്കാണ്, ഭഗവാനെ എനിക്കൊരു വീട് തരണം, ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്കൊരു വീട് തരണം, ഗുരുവായൂരപ്പ ഞാൻ വാടക കൊടുത്ത് മടുത്ത്, ഗുരുവായൂരപ്പ എനിക്കൊരു വീട് തരണം, ഗുരുവായൂരപ്പ. ഈ ഒരു പ്രാർത്ഥന കേൾക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരും, ഇത് കേൾക്കുന്നവരെന്താ പറയുക, അയ്യോ ശരിയാട്ടോ, പാവം ഒരു വീടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ പറയുക, ഗുരുവായൂരപ്പനൊരു വീട് കൊടുക്കട്ടെ. ഗ്രാജുവലി നമ്മുടെ മനസ്സിലേക്ക് ഇതാണ് വരിക. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. വീടില്ല എന്നുള്ളത് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കാൻ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അതിന് ഭഗവാൻ നമ്മളെ കൈവിടാൻ സഹായിക്കുന്നില്ലേ? ഓരോ മാസവും സഹായിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസത്തെ എന്തോ വീടില്ലാണ്ടൊക്കെ ഒരു 4 വ്യക്തികൾ സൂയിസൈഡ് ചെയ്ത ന്യൂസ് നമ്മൾ വായിച്ചു അല്ലേ? അത്രയ്ക്കൊന്നും നമ്മൾ ഗതി കെട്ടിട്ടില്ല. നമ്മൾ സ്വന്തമല്ലെങ്കിലും ഭഗവാൻ നമ്മളെ ഒരു വീട്ടിൽ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. സ്വന്തമല്ലെങ്കിലും അദ്ദേഹം നമ്മൾക്കൊരു വൃത്തിയുള്ള സാഹചര്യം താമസിക്കാൻ തന്നു. അത് നിലനിർത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു. അതല്ലാതെ ആ അനുഗ്രഹത്തിന് നന്ദി പറയാൻ നമുക്ക് ആർക്കും നാവ് വരൂല. ഭഗവാനെ ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന ഈ സാഹചര്യം അങ്ങ് നിലനിർത്തി തന്നു, അങ്ങ് എനിക്ക് ആ വാടക കൊടുക്കാൻ എനിക്ക് വർക്ക് തന്നു, ജോലി തന്നു, ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോണു ഗുരുവായൂരപ്പ. നാളെ ഒരു സ്വന്തം വീടുണ്ടാക്കിയാൽ ആ വീട്ടിനും കടമുണ്ട്. അപ്പം എന്താ ചെയ്യുക? ഭഗവാനെ ലോൺ അടയ്ക്കാൻ എനിക്ക് ഇനിയും ശമ്പളമുള്ള ജോലി വേണം ഭഗവാനെ. അപ്പം ഭഗവാൻ എന്താ ചിന്തിക്കുക? വീടില്ല എന്ന് പറഞ്ഞ് വീട് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പം വീട്ടിന് ലോൺ അടയ്ക്കാനുള്ള കാശ് ഞാൻ കൊണ്ട് കൊടുക്കണം, അതിനൊരു ജോലി കൊടുത്തപ്പോൾ അത് മതിയാവുന്നില്ല. ഇങ്ങനെ പരാതികളുടെ ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു വലിയ മഹാസാഗരമാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും തന്നെ നമ്മൾക്ക് ഈശ്വരൻ തന്ന ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ ആരും താങ്ക്സ് പറയുന്നില്ല അല്ലേ? ഗുരുവായൂരപ്പ എനിക്ക് തീരെ വയ്യ, ഗുരുവായൂരപ്പ എനിക്ക് അസുഖങ്ങൾ കൊണ്ട് തീരെ പറ്റണില്ല, എൻ്റെ അസുഖം മാറ്റിത്തരണേ. എന്നാൽ ആ അനാരോഗ്യത്തിലും നമ്മൾ യാത്ര ചെയ്ത് ഗുരുവായൂർ നടക്കിലെത്തിയില്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ ഇവിടെ എത്തിച്ചതിന് നന്ദി ഭഗവാനെ. അങ്ങ് എൻ്റെ ഈ ആരോഗ്യമില്ലായ്മയെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ആരോഗ്യമില്ലായ്മയിലും ഞാൻ ബസ് കയറി, ട്രെയിൻ കയറി, കാർ എടുത്തല്ലേ ഞാൻ ഇവിടെ എത്തി ഭഗവാനെ എന്ന് പറയാൻ നമ്മൾ എവിടെയാണ് മറന്നു പോകുന്നത്? ആലോചിച്ച് നോക്കിക്ക്. ശരിയല്ലേ ഞാൻ ചോദിച്ചത്? ഇതൊക്കെ മറന്നു പോകുന്ന കാര്യങ്ങളല്ലേ?
കല്യാണം ആയില്ല എന്ന് പറഞ്ഞിട്ട് നിരവധി പേര് പോയിട്ട് ഗുരുവായൂർ നടക്കൽ വിഷമം പറയും ഭഗവാനോട്. കല്യാണം കഴിഞ്ഞാലോ ഭഗവാനേ എനിക്കൊരു മനസ്സമാധാനമുള്ള ജീവിതം എന്താ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തലക്കടിക്കും. അപ്പോൾ എവിടേക്കോ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മറന്നു പോവുകയാണ്. ഭഗവാൻ ആ ശ്രീലകത്തിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കണ്ട ജനങ്ങൾക്കെല്ലാം പരാതിയാണ്. പക്ഷേ ആ പരാതികൾക്ക് എവിടെയും ഭഗവാൻ അതിൻ്റെ എവിടെയും ഒരു സ്ഥലത്ത് ഒരു നന്ദി വാക്ക് പറയുന്ന ഒരാളെ ഭഗവാന് കാണാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു 10 പേര് പറയണം, ഞാനിങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാതാജി എനിക്ക് ആ പ്രശ്നം, എനിക്ക് ഈ പ്രശ്നം, എനിക്ക് അത് പ്രശ്നം, എനിക്ക് ഇത് പ്രശ്നം, എൻ്റെ മനസ്സ് അങ്ങനെ, എൻ്റെ മനസ്സ് ഇങ്ങനെ, ഇതെല്ലാം കേട്ട് നമ്മളിങ്ങനെ, ഞാൻ ഇതുപോലെ ഇരുന്നാണ് ഓഡിയോ കേൾക്കുക. എല്ലാം കേട്ട് നമുക്ക് കഷ്ടം തോന്നും. ഈ കേൾക്കും ചെയ്യും, ഭഗവാനെ നോക്കും ചെയ്യും. ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ വെച്ചിട്ട് ഇതെല്ലാം കേൾക്കും ചെയ്യും. കിച്ചൂട്ടൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും ചെയ്യും. ഭഗവാനെ ഇത് കേൾക്കുന്നില്ലേ കൃഷ്ണ, ഗുരുവായൂരപ്പ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഒരു മെസ്സേജ് വരുന്നത്, ഹരേ കൃഷ്ണ മാതാജി, സുഖമാണെന്ന് ചിന്തിക്കുന്നു, ഒരുപാട് സന്തോഷം, മാതാജിക്ക് ഒരു ഓഡിയോ ഇടാൻ പറ്റിയില്ലേ, തിരക്കാണെന്നറിയാം, മാതാജി ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട്, ഭഗവാന്റെ കാരുണ്യത്താൽ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാതാജി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലറ ചില ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ മാറും മാതാജി, ഒന്നും കുഴപ്പമില്ല, മാതാജി ആരോഗ്യം ശ്രദ്ധിക്കൂ, എല്ലാവരോടും അന്വേഷണം പറയും. ആ ഒരു മെസ്സേജ് വേനലിൽ ഒരു മഴ പെയ്യുന്നത് പോലെയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. എന്ന് കരുതി നിങ്ങളെപ്പോഴും അങ്ങനെ ഇടണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അതേപോലെ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി നൽകിയ ഗുരുവായൂരപ്പന് നന്ദി പറയാൻ മറന്നു പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളൂ ഭഗവാനോട്, നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തല്ലാതെ നമ്മൾ ആരടുത്ത് പോയി നമ്മുടെ വിഷമം പറയും. പക്ഷെ അതിനിടയിലും അനാരോഗ്യമായിരിക്കുന്ന അവസ്ഥയിലും ആരോഗ്യം തരാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ആരോഗ്യം ഭഗവാൻ നടക്കിലെത്താൻ തന്നു എന്നുള്ള കാര്യം മറക്കരുത്. വീടില്ലാത്ത അവസ്ഥയിലും ഭഗവാനെ വീട് താന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീടിന്റെ രൂപമെടുത്ത് അവിടെ സമർപ്പണം നടത്തുമ്പോൾ ഇപ്പൊ താമസിക്കുന്ന വീട് ചോർന്നൊലിച്ചാലും ശരി, എന്തായാലും ശരി, തെരുവിലല്ല കിടക്കുന്നത്, വീട്ടിലാണ്, അതിന് വാടക കൊടുക്കാനാണെങ്കിലും ഭഗവാൻ നമുക്ക് അതിനുള്ള അവസരം നൽകുന്നുണ്ട്. അതിനുള്ള അനുഗ്രഹത്തിനുള്ള നന്ദി പറയാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇല്ലായ്മയിലും എല്ലാ നെഗറ്റീവ്സിലും നമ്മളൊരു പോസിറ്റീവ് കാണാൻ പഠിക്കുക. എങ്കിലേ നമ്മൾക്ക് എന്താവും, ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പിന്നെന്താ പറയണത്, നൈക ശൃംഖ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ശൃംഖങ്ങളോട് കൂടിയവൻ. ശൃംഖം എന്ന് പറഞ്ഞാൽ എന്താണ്, 4 കൊമ്പുള്ള വൃഷഭരൂപൻ ഭഗവാൻ വന്നിട്ടുണ്ടല്ലോ, 4 കൊമ്പുള്ള വൃഷഭമായിട്ട് ഭഗവാൻ വന്നിട്ടുണ്ട്. അപ്പം ഒന്നിലധികം, അതായത് 4 കൊമ്പുള്ള വൃഷഭ രൂപത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ഒരു ഭക്തന്റെ മുമ്പിൽ അവൻ ആത്മാർത്ഥമായ ഒരു സഹായത്തിന് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഏത് സമയത്തും ഏത് രൂപത്തിലും എവിടെയും ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വരും. ഏത് നേരത്തും ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും. മനസ്സിലാവുണ്ടോ? അത് എപ്പോ എവിടെ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയും ഗുരുവായൂരപ്പൻ വരും. അപ്പോൾ പിന്നെ പറയണത് എന്താണ്, ഗദാഗ്രജ എന്ന് പറയുന്നത് ഗദൻ എന്നവന്റെ ജ്യേഷ്ഠൻ, അതായത് നിഗതം, മന്ത്രം കൊണ്ട് ആദ്യം പ്രകടമാകുന്നവൻ. ദേവകിയുടെ സഹോദരിയായ ദേവരക്ഷിതയിൽ വസുദേവർക്കുണ്ടായിരുന്ന മകനായിരുന്നു ഗദൻ. ദേവകി അമ്മയുടെ, ഭഗവാന്റെ അമ്മയാട്ടോ, ആ ദേവകി മാതാവിൻ്റെ സഹോദരിയായിരുന്ന ദേവരക്ഷിതയില് വസുദേവർക്ക് ഉണ്ടായിരുന്ന പുത്രനായിരുന്നു ഗദൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗദൻ എന്നവന്റെ ജ്യേഷ്ഠനാണ് ആര്, ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഗദാഗ്രജ എന്ന് വിളിക്കുന്നത്. ഈ വിഷ്ണു സഹസ്രനാമത്തിലുള്ളതെല്ലാം ഭഗവാന്റെ നാമങ്ങളാണ്. ആ നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഗദാഗ്രജ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ 81ാമത്തെ ശ്ലോകത്തില് ആദിത്യന്റെ രൂപത്തിൽ, സൂര്യന്റെ രൂപത്തില് എല്ലായിടത്തും പ്രകാശവും ചൂടും വെളിച്ചവും ഇരുട്ടും തണുപ്പും എന്ന് വേണ്ട എല്ലാം പ്രദാനം ചെയ്യുന്ന തേജസ്സുള്ള ഭഗവാൻ, ദേഹകാന്തിയെ തന്നെ, ഭഗവാന്റെ സൗന്ദര്യം തന്നെ ഭഗവാനിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ധരിക്കുന്ന, എല്ലാ ആയുധം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നവൻ ആരുമായിക്കോട്ടെ അവനേക്കാളെല്ലാം മുകളിൽ ശക്തമായി നിൽക്കുന്ന
ഭക്തന്മാർ സമർപ്പിക്കുന്ന പുഷ്പമാവട്ടെ, എന്ത് പത്ര പുഷ്പ ഫലങ്ങൾ എന്തുമാവട്ടെ, അത് വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന, എല്ലാം ഭഗവാന്റെ അധീനതയിലാക്കിയിട്ട് അവസാനം എല്ലാം നിഗ്രഹിക്കുന്ന, വിഗതമായിരിക്കുന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതായത് ഒരിക്കലും ഭഗവാന് അവസാനവും ആദ്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ ഒന്നിലധികം കൊമ്പുകളോട് കൂടിയ വൃഷഭ രൂപത്തിൽ വന്നിരിക്കുന്ന ഭഗവാന്റെ ഗദൻ എന്നവന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ, അതായത് ദേവകി മാതാവിന്റെ സഹോദരിയായിരിക്കുന്ന ദേവരക്ഷിതയിൽ വസുദേവർക്ക് ഉണ്ടായിരിക്കുന്ന മകനാണ് ഗദൻ. ആ ഗദന്റെ സഹോദരനായിരിക്കുന്നത് കൊണ്ട് ഗദാഗ്രജൻ എന്ന നാമത്തോടു കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഇതാണ് 81ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? 81ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ തേജോ വൃഷോ ദ്വിധിധര സർവശസ്ത്രാമൃതാവരഃ പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. ക്ലിയർ? ഇനി 82ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോണത്. 82ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ചതുർമൂർത്തി. ആരെങ്കിലും ഒപ്പം വായിക്കുന്നുണ്ടോ വിഷ്ണു സഹസ്രനാമം? വായിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ സ്പീഡിൽ വായിച്ചു പോവാന്ന് നോക്കിട്ട. കണ്ണ ചതുർമൂർത്തി. പ്രേംകുമാർ സർ, അത് അമ്മയാണോ അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചതുർമൂർത്തി, ചതുർബാഹു. ഇത് 82ാമത്തെ ശ്ലോകമാണ്. ചതുർമൂർത്തി, പിന്നെ മതി. ചതുർമൂർത്തി, ചതുർബാഹു ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അത് വായിച്ചോളൂ കേട്ടോ. 82ാമത്തെ ശ്ലോകം അത് വലിയൊരു ലൈനാക്കി ഇങ്ങനെ സ്പേസ് ഇടാതെ എഴുതുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെ കട്ട് ചെയ്ത് വായിച്ചു തരണമെന്ന് പറഞ്ഞുതരാം. ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ. സൂപ്പർ ചിഞ്ചു മാതാജി. ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി. കിട്ടിയോ? ഒരൊറ്റ മിനിറ്റ്. 11 മണി. ഇന്ന് കറി വെക്കാൻ പറഞ്ഞു കൊടുക്കട്ടെ. മുരുകറിൻ്റെ കറി ഇതിൻ്റെ മേനെ വിളിക്കാൻ പറഞ്ഞുതരാം. ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി. മുരറിൻ്റെ കറിയോ? ഒരു നാളത്തെയും കൂടി അതന്നെ ഉണ്ടാക്കിക്കോ. ഒരു നാളികേരം ചിരകിയെടുക്കാം. എന്നിട്ട് അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒരു 4-5 ഉണക്കമുളക് ഇടാം. ഉണക്കമുളകും ഒരിത്തിരി നല്ല ജീരകം ഇടാം. എന്നിട്ട് അരയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം സ്മൂത്തായിട്ട് അരയ്ക്കുക. അരച്ചിട്ട് അത് വെണ്ണ പോലെ അരച്ചിട്ട് അത് പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് അത് തിളയ്ക്കുന്നതിനേക്കാളും അതിൻ്റെ മുമ്പേ ഇതില്ലേ, എന്താ അതിൻ്റെ പേര്, വെള്ളരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ, കുമ്പളങ്ങ വെള്ളരി, അത് കട്ട് ചെയ്തിട്ട് അത് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ ഓഫ് ചെയ്യുക. അടച്ചു വെക്കരുത്, കുക്കർ തുറന്നേക്കണില്ലേ, അത് കുഴഞ്ഞു പോകും. എന്നിട്ട് എന്ത് ചെയ്യാൻ ചെയ്യും, ലേശം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ നാളികേരം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ വെള്ളരി അതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മിക്സീൻ്റെ അരച്ചു വെച്ച ജാറില്ലേ, അതിലേക്ക് ഞാനവിടെ തൈര് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. താളിക്കുന്ന ലാസ്റ്റ് പറഞ്ഞാൽ എന്തെങ്കിലും സംശയൻ്റെ എടുത്തോളൂ. അപ്പോൾ എന്താണെന്ന് അറിയാം, വേഗം നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. എല്ലാം നോക്കണമല്ലോ, ക്ഷമിക്കണേ. ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് വിശന്ന മമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, അത് കഴിഞ്ഞ് എനിക്ക് പോകാനുണ്ട്, സമയം പോകണം. ഇനിയിപ്പോൾ എപ്പോൾ പോയാൽ രാത്രി 8, 9, 10, 10:30 തിരിച്ചെത്താൻ. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി.
ആ ലൈൻ വായിക്കാൻ കിട്ടിയില്ലേ? അതിൻ്റെ അടിയിലെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരാത്മാ ചതുരാത്മാ ചതുർഭാവ. ബിന്ദമ്മ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, ഞാൻ കറക്റ്റ് ഇട്ടരാം. ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിദേകപാത്. ചേന ചേന എടുത്തു. ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിദേകപാത്. നിങ്ങൾ പെൻസിൽ കയ്യിലുണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് ഞാനിങ്ങനെ ഈ ലൈൻ വിഭജിച്ച് തരുമ്പോൾ ഒരു നമ്മൾ പണ്ട് ഇങ്ങനെ ലഘു ഗുരു ഇടാറില്ലേ സ്കൂളിൽ പഠിക്കുമ്പം, മഞ്ചരി കാകളി വൃത്തത്തിലൊക്കെ ലഘു ഗുരു തിരിച്ചു പഠിക്കില്ലേ, അതേപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് വായിക്കാൻ കിട്ടും. ഓക്കെ, ആകെ ഒരു നേരം ഭക്ഷണം കഴിക്കണത്, ആ ഒരു ഭക്ഷണ സമയത്തിന് കഴിച്ചില്ലേ ശരിയാവില്ല. പുറത്ത് പോയാൽ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഒരു മോരുകറിയും ബീട്രൂട്ട് പെരിയും ചോറും ആണെങ്കിൽ പപ്പടാണ്, ആഹാ, കണ്ണിമാങ്ങ അച്ചാർ, ഓ മതി, ധാരാളം. അപ്പം അതൊന്ന് അവരെ കൊണ്ടൊന്ന് സെറ്റാക്കിച്ചാൽ എനിക്ക് ക്ലാസ് കഴിഞ്ഞ് വേഗം ഫുഡും കഴിച്ച് പോകാൻ ടൈം ലാഭിക്കാമല്ലോ. അതുകൊണ്ടാണ് അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ സെറ്റായി. നമ്മൾ അവരുടെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ ഇവിടെ ചതുർമൂർത്തി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിരാട് അല്ലെങ്കിൽ അവ്യാകൃതം, തുരീയം. അതായത് ചതുർമൂർത്തി, നാല് മൂർത്തികളുടെ കാര്യം ഇവിടെ പറയുന്നത്. വിരാട്, സൂത്രാധാത്മാവ്, അവ്യാകൃതം, തുരീയം. ഇങ്ങനെ 4 മൂർത്തികളുടെ കാര്യം പറയാനുണ്ട്. എഴുതിയെടുത്തോളൂ കേട്ടോ. വിരാട്, സൂത്രാത്മാവ്, അവ്യാകൃതം, തുരീയം എന്നീ 4 മൂർത്തികൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ചതുർമൂർത്തി എന്ന് വിളിക്കുന്നത്. അതായത് ശ്വേതം, രക്തം, വീരം, കൃഷ്ണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് അയ്യോ ഇതൊക്കെ എന്താ എന്നൊരു തോന്നൽ വരും. സാറില്ലേ, അതൊക്കെ മുന്നോട്ട് ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കൂ കേട്ടോ. എന്നിങ്ങനെ 4 സഗുണമൂർത്തികൾ ചേർന്നിട്ടുണ്ട്. ഭഗവാനുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 മൂർത്തികളുടെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചതുർമൂർത്തി എന്ന് വിളിക്കുന്നത്. 4 മൂർത്തികൾ. ഓക്കെ, ഏതൊക്കെയാണ്? വിരാട്, സൂത്രാത്മാവ്, അവ്യാകൃതം, തുരീയം. ഓക്കെ, മറ്റേ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതേ വലിയ കാര്യം. ഇനി അതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കാനും പിടിക്കാനൊന്നും പോകണ്ട. നമ്മൾ ആധികാരികമായി ജപിച്ചാലും ആധികാരികമായി ജപിച്ചില്ലെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ നാമമല്ലേ പറയണത്. ഇതൊന്നും ജപിച്ചില്ലെങ്കിലും കൃഷ്ണ 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 നാരായണ 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 എന്ന് വിളിച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അറിയുന്ന പോലെ ജപിക്കൂ. എല്ലാം സഹിക്കാനും പൊറുക്കാനും ഭഗവാനല്ലാതെ ആർക്കാ സാധിക്കുക, അല്ലേ? ഇനി ചതുർബാഹു, 4 ബാഹുക്കൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ചതുർബാഹു എന്ന് വിളിക്കുന്നത്. ചതുർബാഹു രൂപത്തിലൊക്കെ ഭഗവാൻ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? 4 ബാഹുക്കളോട് കൂടിയത്. ഭഗവാന് 4 ബാഹുക്കളല്ല, പക്ഷെ ആ ഭാവത്തിൽ 4 ബാഹുക്കൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ചതുർബാഹു എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെയോ ചതുർഗതി. ചതുർഗതി എന്ന് പറയുമ്പോൾ 4 ആശ്രമങ്ങൾക്കും 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കും ഗതിയായിരിക്കുന്നവനാണ് ഭഗവാൻ. 4 ആശ്രമങ്ങൾക്കും 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കും ഗതിയായിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ചതുർഗതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ചതുരാത്മാ. ചതുരാത്മാ എന്ന് പറയുമ്പം ചതുരം ആകുന്ന മനസ്സോട് കൂടിയവൻ. അതെന്തുകൊണ്ടാണ് ഭഗവാനെ ചതുരമായ മനസ്സോട് കൂടിയവൻ എന്ന് പറയുന്നത്? സമർത്ഥം ആകുന്ന മനസ്സോട് കൂടിയവൻ. അതായത് ഏത് എൻഡിലൂടെ പോയാലും ഒരു ചതുരത്തിന് 4 എൻഡ് ഉണ്ട് അല്ലേ? ആ 4 എൻഡായി കഴിഞ്ഞാൽ എന്താണ്? 4 ദിക്കുകളായി. ആ 4 ദിക്കിൽ പോയി മുട്ടിയാലും അത് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് മുട്ടുന്നത്. ഏത് വഴിക്ക് പോയാലും ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയെന്ന് അതിൻ്റെ അർത്ഥം. അതിനെ കുറച്ചും കൂടെ സാഹിത്യപരമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇങ്ങനെ പോയാലും ഇങ്ങനെ പോലും ഭഗവാന്റെ അടുത്തെത്തും, ഇങ്ങനെ പോലും ഭഗവാന്റെ അടുത്തെത്തും, ഇങ്ങനെ പോലും ഭഗവാന്റെ അടുത്തെത്തും, ഇങ്ങനെ പോലും ഭഗവാന്റെ അടുത്തെത്തും. ചതുരം,
അതേസമയം വൃത്തം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു പോയിന്റിലാണ് അവസാനിക്കുന്നത്. ഇനി ട്രയാങ്കിൾ ആണെങ്കിലോ അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പോയിന്റിൽ അവസാനിക്കുന്നത്. പക്ഷെ ചതുരത്തിൽ എന്ന് പറഞ്ഞാൽ 4 വഴിക്ക് പോലും അത് ഭഗവാനിലേക്ക് നമ്മൾ എത്തും, ഒന്നിൽ പോയി ചേരും. അതുകൊണ്ട് ചതുരാത്മാ, ഏത് രീതിയിൽ പോയാലും ഭഗവാൻ എന്ന് പറയുന്ന പരമാത്മാവിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. അതുകൊണ്ട് ഭഗവാനെ ചതുരാത്മാ എന്ന് വിളിക്കുന്നു. ഇനിയോ ചതുർഭാവ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ചതുർഭാവ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവരൊന്ന് ശ്രദ്ധിക്കണേ, ഗ്യാസ് ഉണ്ട്. ചതുർഭാവ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ചതുർഭാവ എന്ന് വിളിക്കുന്നു. ചതുർഭാവ എന്നാണ് വിളിക്കുന്നത്. ചതുർവേദവിത്ത്, അടുത്തത് ചതുർവേദവിത്ത്. അപ്പോൾ ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി, ചതുരാത്മാ, ചതുർഭാവ, ചതുർവേദവിത്ത്. എന്താണ് ചതുർവേദവിത്ത് എന്ന് പറഞ്ഞാൽ? 4 വേദങ്ങളുടെ അർത്ഥവും നല്ല രീതിയിൽ ഭഗവാൻ അറിയാം. വേദങ്ങൾ ഉണ്ടായതേ ഭഗവാനിൽ നിന്ന്. 4 വേദങ്ങളുടെ അർത്ഥവും കൃത്യമായിട്ട് ഭഗവാന് അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? ചതുർവേദവിത്ത് എന്ന് വിളിക്കുന്നു. ഓക്കെ, ചതുർവേദവിത്ത് എന്ന് വിളിക്കുന്നു. 4 വേദങ്ങളുടെ അർത്ഥവും കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട്. ഇനിയോ ഏകപാത്. ഏകപാത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഏകപാത് എന്ന് പറഞ്ഞാൽ? സകല ഭൂതങ്ങളും കൂടി ഒരു പാദമായിട്ടുള്ളവൻ. എല്ലാ ഭൂതങ്ങളും കൂടി, കാലമാവട്ടെ, വർഷങ്ങളാവട്ടെ, എന്തുമാവട്ടെ, അതിനെല്ലാം ഭഗവാൻ എന്ന് പറയുന്ന ഒരു പാദത്തിൽ ലയിച്ചു ചേർന്നിരിക്കുക. നമ്മൾ ഇന്ന് കാണുന്നതും കാണാത്തതുമായ സമസ്തവും ആ പാദത്തിൽ ലയിച്ചു ചേർന്നിരിക്കുക. ഏകപാത്. ആ പാദങ്ങളില്ലാത്തതൊന്നുമില്ല. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. എല്ലാം ആ പാദങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കാം. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഭഗവാനെ ഏകപാത് എന്ന് വിളിക്കുന്നത്. சொல்லுங்க சார், கிளாஸ் எடுத்துட்டு இருக்கு. நாளைக்கு அவைலபிள் சார். சார் ஒரு ½ an hour சார். ஆமாம் சார், நாளைக்கு ஷூட் இல்லை, நாளைக்கு அவைலபிள் சார். ஆட் ஷூட்டா? ஓகே சார், பண்ணலாம் சார். ஒரு ½ an hour சார். இப்போவே இது கொடுக்குறேன், டீட்டெயில்ஸ் அனுப்புகிறேன். ஓகே சரி சார். അപ്പോൾ അതുകൊണ്ടാണ് ഏകപാത് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഭഗവാന്റെ ആ പാദങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ പാതാര വിന്ദങ്ങളിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് നമ്മൾ. ഒരു തരത്തിലും ആ പാദങ്ങൾ വിടണ്ട. ഓക്കെ, അപ്പോൾ ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി, ചതുരാത്മാ, ചതുർഭാവ, ചതുർവേദ, വിദേകപാത്. മനസ്സിലായല്ലോ? വിരാട്, സൂത്രാത്മാവ്, അവ്യാകൃതം, തുരീയം, ഇങ്ങനെ 4 മൂർത്തികളുള്ള ശ്വേതം, രക്തം, പീതം, കൃഷ്ണം എന്നിങ്ങനെ 4 സഗുണമൂർത്തികളുള്ള 4 ബാഹുക്കളോട് കൂടിയിരിക്കുന്ന ശരീരപുരുഷൻ, ചന്ദപുരുഷൻ, വേദപുരുഷൻ, മഹാപുരുഷൻ എന്നിങ്ങനെയുള്ള 4 വ്യൂഹങ്ങളോട് കൂടിയിരിക്കുന്ന 4 ആശ്രമങ്ങൾക്കും 4 വർണ്ണാശ്രമങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന അല്ലെങ്കിൽ ഗതിയായിരിക്കുന്ന ചതുരമാകുന്ന മനസ്സോടു കൂടിയിരിക്കുന്ന അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളോട് കൂടിയിരിക്കുന്ന 4 വേദങ്ങളുടെയും അർത്ഥങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന
സകല ഭൂതങ്ങളും ആ പാദങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഡൺ. മനസ്സിലായോ? കിട്ടുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോ. ഞാൻ ഷൂട്ടിന് പോയാൽ പിന്നെ ക്ലാസ് എടുക്കാൻ പറ്റൂല. കിട്ടുന്ന സമയം പാഴാക്കല്ലേ. പഠിച്ചോ? ഇനിയോ? ഇനി നമുക്ക് 83-ാമത്തെ ശ്ലോകം. എന്താ 83-ാമത്തെ ശ്ലോകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാവർത്തോ പിന്നെ അവിടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം എഫ് എന്നിട്ടത് കണ്ടോ? സമാവർത്തോ കഴിഞ്ഞ ഒരു എഫ് എന്നിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ? അത് വന്നിട്ട് ആ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. സമാവർത്തോ അനിവൃതാത്മാ. ആ എഫ് എന്ന് ഇംഗ്ലീഷ് അക്ഷരം എഫ് എന്ന് ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ആ എന്ന് നമ്മൾ പറയണം. ആ അമ്പിളിയുടെ ആ എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാൻ, ആ വേർഡ് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ സമാവർത്തോ അനിവൃതാത്മാ. ദുർജയോ സമാവർത്തോ അനിവൃതാത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ. നാളെ ഒരു ദിവസം വീട്ടിലിരിക്കാന്ന് വിചാരിച്ചു, ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച ദിവസമായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ സമാവർത്തോ അനിവൃതാത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ. എന്താ അതിൻ്റെ അർത്ഥം? 83-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമാവർത്ത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാര ചക്രത്തെ നല്ലതുപോലെ ചുറ്റിക്കുന്നവൻ. അതിന് ഗുരുവായൂരപ്പന് നമ്മൾ അവാർഡ് കൊടുക്കണം. നമ്മളെ ഇട്ട് ചുറ്റിച്ചോണ്ടിരിക്കുക ഭഗവാൻ, അല്ലേ? ഏതോ ഒരു റീൽസിൽ ഞാൻ കണ്ടു, ഒരു കുട്ടി പറയുന്നു മറ്റേ നമ്മുടെ മുരുകനോട് എന്താ പറയുക കഴിഞ്ഞാൽ, കുമാരാ எனக்கு நீ கொஞ்சம் கொஞ்சமா ப்ராப்ளம்ஸ் கொடுங்க, மொத்தமாக கொடுக்காതെ, நான் கொஞ்சம் கொஞ்சமாக ஒன்றா സോൾവ് പണിത്തരേൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് മുരുക ആണ്ടവനെ എന്താ പറയുക വെച്ചാൽ, എനിക്ക് നീ പ്രശ്നങ്ങൾ കൊടുക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിട്ട് താ, എല്ലാ പ്രശ്നവും കൂടി നീ തരല്ലേ, ഓരോരോ പ്രശ്നം തന്നാൽ ഞാൻ ഓരോരോ പ്രശ്നങ്ങളായിട്ട് സോൾവ് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ സംസാര ചക്രത്തിലിട്ട് ഭഗവാൻ നമ്മളായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ 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 മനുഷ്യ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജന്മത്തിൽ ഇപ്പം അമ്പിളിയായിട്ട് ജനിച്ചു ഞാൻ എൻ്റെ കാര്യം പറയാം, അമ്പിളിയായിട്ട് ജനിച്ചു. അപ്പോൾ അയ്യോ നാരായണ, പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നറിയോ, ദേ നമ്മുടെ അമ്പിളി മോള് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തലയിൽ കയറി വരും. അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാതാജിക്ക് എന്തൊരു സുഖം, എന്തൊരു ഹാപ്പി ലൈഫ്. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണോപ്പാ. പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഇപ്പം ഞാൻ മഞ്ജരീസ് മുന്നോട്ട് കൊണ്ടുണ്ട്. മഞ്ജരീസുമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെല്ലാം സോൾവ് ചെയ്ത് പോണ്ടേ? മഞ്ജരീസിനെ ഉപദ്രവിക്കാൻ ശത്രുക്കൾ ഇങ്ങനെ പ്രബലമായി നിൽപ്പുണ്ട്. ആ ശത്രുക്കൾ എറിയുന്ന ഓരോ അമ്പുകളും ഞാൻ തിരിച്ചു വിടണം, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയണം. അതെല്ലാം ഫേസ് ചെയ്യണ്ടേ? വേണ്ടേ? വെറുതെ ഒരു പേജിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നത് കൊണ്ട് ഒരു ട്രസ്റ്റ് റൺ ചെയ്യോ? ഇല്ല. അതിനെതിരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യണം. എല്ലാ അലിഗേഷൻസ്, ചീത്തപ്പേരുകൾ, പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ നേരിടണം. വേണ്ടേ? നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മെല്ലെ 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 വരാൻ നോക്കുമ്പോൾ ശത്രുക്കൾ ഇങ്ങനെ വിടരുത്, അവരെ വിടരുത്, വളരാൻ വിടരുത്, ഇങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞ് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയപ്പം കുറേ നാളിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവൾ എന്നോട് പറയണ, ഞാൻ പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ ചെന്ന് ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഉടനെ അവൾ എൻ്റെ അടുത്ത് പറയണം, നിനക്ക് എന്നെ കാണുമ്പോൾ മാത്രമേ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോലും റെസ്പോണ്ട് ചെയ്യില്ല, വിളിച്ചാൽ നീ എന്നെ കിട്ടൂല, മെസ്സേജ് അയച്ചാൽ ഇന്ന് അയച്ചാൽ അടുത്ത വർഷേ മെസ്സേജ് നോക്കൂ, എന്തപ്പോ ഇനി സ്നേഹം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നോക്ക് ചക്കരെ, നിന്നെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നീ എൻ്റെ സുഹൃത്താണ്. സോ അതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. പക്ഷേ
നമ്മളുടെ ഒരു ശത്രു ആണെങ്കിലോ, അയ്യോ നമ്മുടെ ശത്രുവാണെങ്കിൽ ശത്രു അങ്ങോട്ടനയ്ക്കോ, ശത്രു ഇങ്ങോട്ടനയ്ക്കോ, ശത്രു അടുത്തത് എന്താ ചെയ്യാൻ പോണു, ആ ശത്രുവിന് എത്ര കിട്ടി, ഇത്ര കിട്ടി. നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ ആയിരിക്കും, നമ്മുടെ മിത്രങ്ങളെ ആയിരിക്കില്ല, അല്ലേ? കാരണം മിത്രങ്ങൾ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ശത്രുക്കളുടെ ഓരോ നീക്കവും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് മീൻസ് ഞാൻ നോക്കുന്നു എന്നല്ല കേട്ടോ, എനിക്കുള്ള നേരമൊന്നുമില്ല. നമ്മൾ ആരെ നോക്കാൻ നേരമില്ല. നമ്മുടെ മഞ്ജരീസിൻ്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഷൂട്ട്, ഡബ്, അത് ഇത് മറ്റേത് മറിച്ചത്, മീറ്റിങ്സ്, അതന്നെ ഇഷ്ടം പോലെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇതൊന്നും ഒരിതല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ മിത്രങ്ങളും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് അല്ല. എന്നാൽ നമ്മുടെ ശത്രുക്കൾ എപ്പോഴും അലേർട്ടാണ്. ഇപ്പം മഞ്ജരീസിൽ നിന്ന് പോയ ആൾക്കാർ ഇന്ന് ക്ലാസ് എടുത്തോ, എന്താ ക്ലാസ്സിൽ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ലൈവ് കാണുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മളുടെ ഈ ലൈവ് അല്ല കേട്ടോ. മീൻസ് ഇപ്പം നിങ്ങൾ ലൈവിലൊന്ന് കമൻറ്റ് ചെയ്യുന്നതല്ല, ലൈവ് കഴിയുമ്പോൾ റെക്കോർഡ് ലൈവ് കാണാൻ പോകുന്ന മഞ്ജരീസുമായിട്ട് ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും. എന്താണെന്നറിയാം അവർ ചെയ്യുക, അവർ അയ്യോ മഞ്ജരീസിൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്താ പറഞ്ഞത്, ആരെ പറ്റിയാ പറഞ്ഞത്, അവരെന്താ അടുത്തത് ചെയ്യാൻ പോണത്, അവർക്ക് എന്താ കിട്ടാൻ പോണത്, എന്താ കിട്ടിയത്. ഇത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർ ചിലപ്പോൾ ഊണും ഉറക്കും ഭക്ഷണവും അവരെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടായിരിക്കും അവർ നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? സോ അതേപോലെ നമ്മൾ മനസ്സിലാക്കുക, ഈ സംസാര ചക്രവും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ നന്മകളുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് എങ്ങനെ അവരെ തോൽപ്പിക്കാം, എങ്ങനെ അവരെ നശിപ്പിക്കാം, എങ്ങനെ അവരെ ഇല്ലാതാക്കാം എന്നാലോചിച്ച് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും നമ്മളെ വീണ്ടും പുനർജന്മത്തിന് വിധേയപ്പെടുത്തുകയാണ്, അല്ലേ? നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുനർജന്മത്തിന് വിധേയപ്പെടുകയാണ്. എന്തിനാണ്? എന്നിട്ട് വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച്, വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച്, വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച് ഈ സംസാര ചക്രത്തിൽ കിടന്ന് നമ്മളിങ്ങനെ ഉഴലാണ്. ആര് ശ്രദ്ധിക്കുന്നു ശ്രീയമ്മേ? നേരവും ഇല്ല. ഇപ്പോൾ നമ്മളെ ശത്രുക്കൾ എന്താ വിചാരിക്കുക, നമുക്കങ്ങനെ ശത്രുക്കൾ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിവേ നമ്മളോട് ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കുക, കണ്ടോ ജൂൺ 9 ക്ലാസ് എടുത്തതാ, പിന്നെ ഇന്ന് വരെ എടുത്തിട്ട് അപ്പം എന്തോ പ്രശ്നമുണ്ട്, എന്തോ പറ്റി, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഗ്രാജുവലി ആൾക്കാരെ ചിന്തി. പക്ഷെ നമുക്കെന്താ ഇവിടെ, അയ്യോ രാവിലെ എഴുന്നേക്കുന്നു, ഉടനെ കോള് വരും, എങ്കമ്മാ ഇരിക്ക വീട്ടിലിരിക്ക്, വാമാ സ്റ്റുഡിയോക്ക് ഇതോ വന്ന് രസം, കണ്ണടച്ച് സ്കൂളിൽ പോണ പോലെയാ. സ്കൂളിൽ പോകുമ്പോൾ അമ്മമാരെ എണീപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടിരുത്തൂലേ, അതേപോലെ കണ്ണടച്ച് തന്നെ ബാത്റൂമിൽ പോയിട്ട് അവിടെ ഇരുന്ന് ചിലപ്പോൾ പ്രഭാത മഞ്ജരി ടൈപ്പ് ചെയ്യും. സത്യം, വെറുതെ പറയില്ല, ഓപ്പണായിട്ട് പറയാം. ചിലപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രഭാത മഞ്ജരി ടൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ അശ്വിനി മാതാജി എൻ്റെ തല തിന്നും, അല്ലെ ഷൈനി മാതാജി വിളിക്കും, എന്താ മാതാജി പ്രഭാത മഞ്ജരി വന്നില്ല, എന്തോ വരും മാതാജി വരും, ഒരു 5 minutes, ഇപ്പം വരും. ആ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഉടനെ ബിന്ദുമ്മയുടെ വക, അമ്പിളിക്കുട്ടാ ചായ വേണമായിരുന്നു, ഓതോ തരാ ബിന്ദുമ്മ, ചായ ഇട്ട് കൊടുത്ത് മറ്റു കാര്യങ്ങൾ നോക്കി, വീട്ടിലെ കാര്യങ്ങൾ നോക്കി, പൂജ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മഞ്ജരീസിന് കോൾസ് വന്നു. അങ്ങനെ ജിമ്മിൽ പോയി, അത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോയിലെത്തി, അവിടുന്ന് ഡബ്ബിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർ ലഞ്ചിന് പോകുമ്പോൾ ഇല്ലപ്പാ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളൂ, നിങ്ങൾ പൊക്കോ എന്ന് പറയും. കാരണം എന്താ അറിയോ, ആ ചെയറിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങാലോ. സത്യം. എന്നിട്ട് അവർ പറയും, എന്താ വരാത്തേ ലഞ്ചിന്? ഇല്ല വീട്ടിൽ റെഡി പണി വെച്ചിരുന്നു, വീട്ടിൽ പോയി സാപ്പിട്ട് നിങ്ങൾ പോയിട്ട് വാങ്ങ എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിനെയും അവരെല്ലാം കൂടെ വിടും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഉറങ്ങും, ആ കസേരയിൽ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങും. തിരിച്ച് വന്നിട്ട് ഓക്കെ ആണോ, ഓക്കെ റെഡി. എന്നിട്ട് അവരോട് വരുമ്പോൾ ഒരു മാംഗോ ജ്യൂസ് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ജ്യൂസ്, ലൈം ജ്യൂസ് എങ്കിലും വാങ്ങിച്ചിട്ട് വന്നു. അത് പോതുമാ, പോതും എന്നും പറഞ്ഞിട്ട് അത് കുടിച്ച് ഒന്ന് ഫ്രഷ് അപ്പായി എടുക്കും. അത് കഴിഞ്ഞ് വേഗം അടുത്ത സ്റ്റുഡിയോയിൽ പോയി ആ വർക്ക് തീർത്ത്, ഷൂട്ട് ഉണ്ടെങ്കിൽ അതിന് പോയി അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ച് പിന്നെ തിരിച്ച് വന്ന് ജിമ്മിൽ പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കൃഷ്ണ ബെഡ് കണ്ടാ മതി, ഞാനൊരു ഒറ്റ കിടന്നു. അപ്പോഴത്തേക്ക് വിനോദ് പ്രഭു വരും, മാതാജി പറ വിനോദ് ഏട്ടാ, ഇന്ന ആളുകൾ വിളിച്ചിരുന്നു, അവരോട് മെസ്സേജ് ഇട്ട് വെക്കാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഉടനെ ശാന്തി മാതാജി ദേവി മഹാത്മ്യം നമ്മൾക്ക് ഇത്ര പാക്ക് ചെയ്യാനുണ്ട്, പലർക്കും കിട്ടിയില്ല എന്ന് പറയുന്നു. ഓക്കെ മാതാജി, നാളത്തേക്ക് പാക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും മാതാജി അന്നദാനം ഇത്ര എണ്ണം പെൻഡിങ് ഉണ്ട്. ഓക്കെ ചെയ്യാം മാതാജി, 2 ദിവസം കഴിയട്ടെ, മാവ് അരച്ച് വെച്ച് വേസ്റ്റ് ആവരുതല്ലോ, ഞാൻ നോക്കട്ടെ 2 ദിവസം എപ്പോഴാണ് ഫ്രീ ആണ്. ശരി. അപ്പോഴത്തേക്ക് ഏതേ അമ്പലത്തിൽ നിന്ന് പ്രഭാഷണം, ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം തീർത്ത വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും മെസ്സേജ്, കോൾസ്, ഇങ്ങനെ പോകും. ഇതിൻ്റെ ഇടയ്ക്ക് മഞ്ജരീസിനെ കുത്താൻ വരുന്ന ആൾക്കാർ, ഞങ്ങൾ കുത്തി നശിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കി തരുന്ന പറയുന്ന ആൾക്കാർ വേറെ. ഇങ്ങനെ പോകും നമ്മളുടെ ഓരോ ദിവസങ്ങളും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും എന്താവുക, ഹാപ്പി ആയിട്ടിരിക്കുക.
എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഓക്കെ, റിലാക്സ് ആയി ഹാൻഡിൽ ചെയ്യാം. വീട്ടിൽ ഡോർ തുറന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ബിന്ദുമ്മ അത് ചെയ്തു, ബിന്ദുമ്മ ഇത് ചെയ്തു, ബിന്ദുമ്മ അങ്ങനെ കാണിച്ച്, ബിന്ദുമ്മ ഇങ്ങനെ കാണിച്ച്, പരാതിക്കെട്ട്. എന്തിന്? താഴെ ഗേറ്റ് തുറക്കുമ്പോഴേ ഈ ബിൽഡിങ്ങിലുള്ളവർ അമ്മു തന്നെ ഓടി വരും. അമ്മു ഒരു വിഷയം தெரியுமா? என்ன இன்னைக்கு பிந்து பாட்டி என்ன காமிச்சு தெரியுமா? என்ன காமிச்சு? அவங்க இப்படி பண்ணிட்டாங்க, அவங்க அப்படி. ஓகே ரிலாக்ஸ், நான் பார்த்துக்கிறேன். അത് കഴിഞ്ഞാൽ എൻ്റെ മോൻ, മമ്മി അങ്ങനെ ഓക്കെ ശരി ഓക്കെ. ഇത് നമ്മൾക്ക് ചുറ്റും സ്വാഭാവികം. ഇതാണ് ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ സംസാര ചക്രത്തിൽ കിടന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങുകയാണ്. എല്ലാ വീട്ടിലും ഉള്ളതാ. ഇതെല്ലാം കഴിഞ്ഞാൽ എന്താ? വീട്ടിൽ വന്ന് ഞാൻ കുക്ക് ചെയ്യണം. എനിക്കിവിടെ കുക്കിങ്ങിന് ആളില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ഇന്ന് മോരുകറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്ന് നമുക്കറിയാം. എനിവേ, എല്ലാം ഒരു സന്തോഷമായിട്ട് എടുക്കാം. അങ്ങനെ സംസാര ചക്രത്തെ നല്ലതുപോലെ ഭഗവാൻ ചുറ്റിക്കറക്കുന്നുണ്ട് ഇല്ലേ? ഇങ്ങനെയുള്ള ഭഗവാനെ സമാവർത്ത എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കംപ്ലൈൻറ്റ്സ് വരും. മാതാജി 10 പ്രാവശ്യം വിളിച്ചു കിട്ടിയില്ല, 20 പ്രാവശ്യം മെസ്സേജ് ഇട്ടു നോക്കില്ല. നോക്കാം, ഡെയിലി നോക്കാൻ പറ്റില്ല, നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് വരും, അതുപോലെ സർവീസ് ഗ്രൂപ്പിൽ നിന്ന് വരും. മാതാജി ഞങ്ങൾ ഷെയർ ചെയ്തു, അങ്ങനെ ഇങ്ങനെ. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവൻ വിളിക്കും. ഇതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ കറങ്ങുകയാണ് അല്ലേ ജീവിതത്തിൽ. ഇപ്പം ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ സമാവർത്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ജനിക്കുന്നു മരിക്കുന്നു ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എന്താണ്? ലൈഫിൽ ഹാപ്പിയാണ്. നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒന്നും പാതി വഴിക്കിട്ടിട്ട് നമ്മൾ പോണില്ല അല്ലേ? എല്ലാം ശരിയാവും മാതാജി. അപ്പോൾ അടുത്ത അനിവൃത്താത്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും വർത്തിക്കുന്നതിനാൽ ഒരിടത്തും നിവൃതമാകാത്ത ആത്മാവോട് കൂടിയവൻ. ഫോൺ അടിക്കണ്ടേ? എല്ലായിടത്തും വർത്തിക്കുന്നുണ്ട് ഭഗവാൻ. എല്ലായിടത്തും ഭഗവാനുണ്ട്. ലിജി മാതാജി. അപ്പോൾ എന്നിട്ടോ എവിടെയും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? ഒഴിവാക്കുന്നില്ല. ഭഗവാന്റെ കാര്യം നോക്കണം. അയ്യോ ഈ ഭൂമിയിൽ ഇത്ര ആൾക്കാർ മോശം ചെയ്തു, ഞാൻ അവർ ഒഴിവാക്കി എന്ന് ഭഗവാൻ പറയണില്ല. എല്ലാ ജീവാത്മാക്കളെയും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. എവിടെയും അദ്ദേഹം ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒന്നിനെയും ഒഴിവാക്കുന്നില്ല. ദുഷ്ടരെയും ഒഴിവാക്കുന്നില്ല, നല്ലവരെയും ഒഴിവാക്കുന്നില്ല. അങ്ങനെ എല്ലായിടത്തും ഭഗവാനുണ്ട്. എന്നിട്ടും ഒരിടത്ത് പോലും ഇല്ലായ്മ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ആത്മാവോട് കൂടിയിരിക്കുന്ന ഭഗവാനെ അനിവൃതാത്മാ എന്ന് വിളിക്കുന്നു. അനിവൃതാത്മാ. ഓക്കെ. ഇനി അടുത്തതോ ദുർജയ എന്ന് പറഞ്ഞാൽ എന്താ? ജയിക്കപ്പെടുവാൻ കഴിയാത്തവൻ. ഭഗവാനെ ജയിക്കാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കൂ? ആരെ കൊണ്ടും സാധിക്കില്ല ഭഗവാനെ ജയിക്കാൻ. ഒരാളെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ദുർജയ എന്ന് വിളിക്കുന്നത്. ദുരതിക്രമ, ആരാളെയും അതിക്രമപ്പെടാത്തവൻ. ആർക്കെങ്കിലും ഭഗവാൻ ആക്രമിക്കാൻ കഴിയുമോ? സാധിക്കില്ല. ഒരാളെ കൊണ്ടും ആക്രമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എൻ്റെ ഭക്തന് നാശമില്ല. ഭഗവാനെ ആര് പൂജിക്കുന്നു ആ പൂജിക്കുന്ന വ്യക്തിക്ക് നാശമില്ല എന്ന് പറയാം. പക്ഷെ ആ പൂജ കൃത്യമായിരിക്കണം, കൃത്യതയോടെ പൂജിക്കണം അല്ലേ? അപ്പോൾ ആരാളെയും ജയിക്കപ്പെടാൻ കഴിയാത്ത, ആരാലും അതിക്രമപ്പെടാൻ കഴിയാത്ത ഭഗവാനെ നമ്മൾ ദുർദതിക്രമ എന്ന് വിളിക്കുന്നു. ദുരതിക്രമ എന്ന് വിളിക്കുന്നു. ഓക്കെ. പിന്നെയോ ദുർലഭ എന്ന് പറഞ്ഞാലോ ദുർബലമായിരിക്കുന്ന ഭക്തി കൊണ്ട് ലഭിക്കപ്പെടുന്നവൻ. ദുർബലമായ ഭക്തി മതി. ഭയങ്കരമായ ശ്രേഷ്ഠമായ ഭക്തിയിലും ഉയർന്നാൽ മാത്രമേ ഭഗവാനെ കിട്ടൂ എന്ന് പറയുന്നില്ല. ഹൃദയം കൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ചാൽ ആ ഭക്തി മതി ഭഗവാനെ കിട്ടാൻ. ആ നിസാര ഭക്തി മതി ഭഗവാനെ കിട്ടാൻ. മനസ്സിലായില്ലേ? വളരെ ചെറിയ ഭക്തി മതി. ദുർഗമ. അടുത്തെന്താ? ദുർഗമ, വളരെ ക്ലേശിച്ചാൽ മാത്രം അറിയപ്പെടുന്നവൻ. ഒരുപാട് വിഷമിക്കണം എങ്കിലേ ഭഗവാൻ അറിയാൻ സാധിക്കൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിഷമിച്ചാലേ ഭഗവാൻ അറിയാൻ സാധിക്കൂ എന്ന് പറയാൻ കാരണം, ഇപ്പം എല്ലാം ഉള്ളവൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ കിടന്നുറങ്ങും, അവിടെ AC ഉണ്ട്,
അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് അവിടെ മഴയാണ്, നമ്മളിവിടെ ചെന്നൈയിലായതുകൊണ്ട് ചൂടാണ്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ ആ റൂമിൽ AC ഇട്ടിട്ട് ഞാൻ കിടക്കുകയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോവും, അല്ലേ? എനിക്ക് ചൂടറിയില്ല. അതേസമയം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ, എല്ലായിടത്തും ഇവിടെ AC ഉണ്ട് കേട്ടോ, ഞാൻ പറയാണ്, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ അവരുടെ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുക? അയ്യോ ചൂടെടുത്തിട്ട് വയ്യ. ചൂടെടുക്കുമ്പോഴേ, ഉഷ്ണം എടുക്കുമ്പോഴേ അവൻ AC-യുടെ വാല്യൂ അറിയാം. അപ്പം വേഗം നന്നാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഏറ്റവും ഡൗൺ ടു എർത്ത് നമ്മൾ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തറിയാൻ സാധിക്കുക. മാസ്റ്റർ 8 o'clock வந்துடுறே. இதோ வீட்டில் 8 o'clock. ஆமாப்பா, அமிர்தா 8 o'clock தான் வரும் சொன்னாங்க. கேட்டேன் மாஸ்டர், கேட்டேன். ஒரு 1/2 hourல லைனில் வரேன். ക്ലാസ് എടുത്തിട്ട് ഇരിക്കും മാസ്റ്റർ, ഒരു 1/2 hourൽ ലൈനിൽ വന്നേരേ. ഓക്കെ, എല്ലാവർക്കും ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ഇത്ര സമയത്ത് വരും, ഇത്ര സമയത്ത് വന്നാൽ കൊള്ളാം. നാരായണ നോക്കാം. നമ്മളെവിടെയാണ് പറഞ്ഞത്? ദുർലഭമായ ഭക്തി കൊണ്ട് ഭഗവാനെ കിട്ടും. എങ്ങനെയാ ദുർലഭമായ ഭക്തി? ചെറിയ ഭക്തി മതി ഭഗവാനോട്. കൃഷ്ണാന്ന് വിളിച്ചാൽ മതി ഹൃദയം കൊണ്ട്, നാരായണാന്ന് വിളിച്ചാൽ മതി, ഹൃദയം തുറന്ന് വിളിച്ചാൽ മതി, ഭഗവാൻ അടുത്ത് വരും. സത്യം, വെറുതെ പറയല്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കൂടെ നമ്മൾ ഇത്ര കാലം എനിക്ക് അവരുണ്ട്, എനിക്ക് ഇവരുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് ഇങ്ങനെ ഉണ്ട്, ഇതൊന്നുമില്ല എന്ന് പറയുന്ന ആ മായാ ലോകത്ത് നിന്ന് ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് പുറത്തു വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എനിക്കെൻ്റെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ്, അല്ലേ? എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ തിരിച്ചറിവുള്ളടുത്ത് അപ്പോഴേക്കും നമ്മൾ എന്തായി? അങ്ങനെ ഒരു പറയുന്ന ഒരു അവസ്ഥ അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ടാലേ നമ്മൾ പറയുമോ എനിക്ക് എൻ്റെ ഭഗവാനും ഞാനും മാത്രമേ ഉള്ളൂ. അതുവരെ നമുക്ക് അയ്യോ എനിക്ക് ആ ആളുണ്ട്, എനിക്ക് ഈ ആളുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ടെന്ന് നമ്മൾ വാതോരാതെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതാരുമില്ല, ഒന്നുമില്ല, സ്വന്തം കയ്യെ തലയ്ക്ക് വെക്കാൻ കിട്ടുമോ എന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ബോധം വരുന്ന എപ്പോഴാണെന്നറിയോ? അവനെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ യഥാർത്ഥത്തിൽ ഈശ്വരനെ തേടിപ്പോവും, അല്ലാണ്ട് പോകൂല. അങ്ങനെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് വളരെയധികം ക്ലേശിച്ചാൽ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കൂ എന്ന് പറയുന്നത്. ദുഃഖത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിൽ എത്തുമ്പോഴാണ് ഈശ്വരനെ തേടുന്നത്. അതുവരെ ബാങ്കിൽ കാശുണ്ട്, വീടുണ്ട്, കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റവരുണ്ട്, മറിച്ച് ഈശ്വരൻ്റെ അടുത്ത് പോകാൻ നേരമില്ല. എന്നാൽ ബാക്കി എല്ലാം കുളു, മണാലി, അവിടെ ഇവിടെ വാഗമൺ എല്ലാം കറങ്ങും, മറ്റൊന്നിനും സമയമില്ല. എവിടെയും പോകാൻ ഗുരുവായൂർ വരാൻ സമയമില്ല, ബാക്കി എല്ലായിടത്തും സമയമുണ്ട്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടും. എന്തായി? ബാങ്കിൽ കാശും ഇല്ല, കുളു മണാലി പോകാൻ കാശും ഇല്ല, ആൾക്കാരും കൂടെ വരാനില്ല, ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ ഗുരുവായൂരപ്പ നാരായണ എന്ന് പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിലെത്തും. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എല്ലാം തീർന്നാൽ ഭഗവാൻ പറയും, മനസ്സിലായോ? നിനക്ക് ഞാനും എനിക്ക് നീയേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നീ കണ്ടതെല്ലാം മായയായിരുന്നു, അതെല്ലാം നിന്നെ വിട്ട് പോയിരിക്കുന്നു, നിന്നെ വിട്ട് പോകാതെ ശാശ്വതമായി നിൽക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഭഗവാൻ എന്ത് ചെയ്യും? ചിന്തിപ്പിക്കും. ഓക്കെ, എന്ന അവസ്ഥയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്? നമുക്ക് ഭഗവാനോട് ഒരു ആത്മബന്ധം വരുന്നത്. ആ ആത്മബന്ധത്തിലാണ് നമ്മൾ ഭഗവാനെ അന്വേഷിച്ചറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രദീപ് സാർ ഇപ്പം തിരിച്ചു വിളിക്കാം, ക്ലാസ് എടുത്തോണ്ടിരിക്കാം. ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൾ എടുക്കാമെന്ന് വിചാരിക്കരുത്. തിങ്കളാഴ്ചയാണ്, ഡേ ടൈമാണ്, ആ സമയത്താണ് ക്ലാസ് വെച്ചത്. ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞ് നല്ല മോരുകറിയും കൂടി ചോർന്നിട്ട് റിലാക്സ് ആയിട്ട് ഞാൻ എല്ലാവരും തിരിച്ചു പിടിച്ച് വർക്കിന് പോകും. വീട്ടിൽ ഇരിക്കാൻ വിടൂലടേ നമ്മളെ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചാൽ മാത്രമേ നമ്മൾ എവിടെ എത്തുന്നത്? ഭഗവാനിലേക്ക് അടുക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുക്കില്ല. അതുവരെ നമുക്കില്ലാത്തത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നൽ അങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. മനസ്സിലായോ? പിന്നെന്താ പറയണത്? ദുരാവാസ, അതായത് സമാധിയിൽ യോഗികളാൽ വളരെ ക്ലേശത്തോടെ മനസ്സിൽ വസിക്കപ്പെടുന്നവൻ. സമാധിയിൽ യോഗികളാൽ വളരെ ക്ലേശത്തോടെ മനസ്സിൽ വസിക്കപ്പെടുന്നവൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധിയിൽ യോഗികളാൽ, സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചുപോയ അവസ്ഥ അല്ല കേട്ടോ. സമാധിയിൽ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം മറന്ന് ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതും ഒരു സമാധിയാണ്.
അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വളരെ ക്ലേശത്തോടെ മനസ്സിൽ വസിക്കപ്പെടും. എങ്ങനെ വളരെ ക്ലേശത്തോടെ മനസ്സിൽ വസിക്കുന്നത്? നമ്മൾ ഈശ്വരനെ അറിയാത്തൊരവസ്ഥ, നഷ്ടപ്പെടുത്തിയ കാലഘട്ടങ്ങൾ, ഇനിയും ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇല്ലേ? ഭഗവാനിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എത്ര വിളിച്ചിട്ടും ഭഗവാനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയുണ്ട് നമുക്ക്. ഇത്രയും കാലങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കാതെ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. അതൊരു ദുഃഖമാണ് നമുക്ക്, ശരിയല്ലേ? അതൊരു ദുഃഖമാണ്. ആ ദുഃഖത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുന്നത്. കൃഷ്ണ, ഞാൻ നിന്നെ എവിടെ തേടണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനോട് അടുത്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ? അപ്പൊ സമാധിയിൽ ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ആ ഒരു എല്ലാം മറന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്താ ചെയ്യുക, ജിമ്മിൽ പോലെ ഞങ്ങൾക്ക് മേലെ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. താഴെ എല്ലാവരും വർക്കൗട്ട് ചെയ്യും. മേലെ നമുക്ക് എയറോബിക്സിൻ്റെ ഒരു ചെറിയൊരു ഹാളുണ്ട്, എ സി ഇട്ടിട്ട് ക്ലോസ്ഡ് ആയിട്ട്. അവിടെ ഇരിക്കും, എ സി ഇട്ടിട്ട് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കും. പലതും ചിന്തിക്കും അവിടെ ഇരുന്നിട്ട്. 1-2 മണിക്കൂർ ഇരിക്കും, സമയം കിട്ടിയാൽ കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ ഇരിക്കണം എന്നാണ് ഞാൻ പറയാം. അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour ഇരുന്നിട്ട് സ്വയം ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നമ്മൾ ഓക്കെ, ഇന്ന എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, എടുത്തു ചാടി ഒന്നും തീരുമാനം എടുക്കരുത്, പറയരുത്, പ്രവർത്തിക്കരുത്. സ്വയം ചിന്തിക്കുക, എന്താണ് വേണ്ടത്, എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഏതാണ് എന്ന് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനുമായിട്ട് അടുക്കുക. ഓക്കെ, അതാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. സമാധിയിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കുക, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ. ഇനിയോ ദുരാരിഹ, ആ ഒരു ലൈനാണ് കേട്ടോ. സമാവർത്തോ അതായത് സമാവർത്തോ അനിവൃതാത്മാ ദുർജയോ ദുരാതിഗ്രഹ, അതുവരെ പഠിച്ചു. ദുർലഭോ ദുർഗമോ ദുരാവാസോ ദുരാരിഹ. ദുരാരിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷ്ടമാർഗചാരികളായിരിക്കുന്ന അരികളെ ഹനിക്കുന്നവൻ. തെറ്റായ മാർഗത്തിലൂടെ ആരാണോ ജീവിക്കുന്നത് അവരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യും, ഉറപ്പായിട്ടും ഹരിക്കും. നമ്മൾ ഉള്ള ജീവിതം അല്ലെങ്കിൽ താൽക്കാലികമാണ് ആ വിജയം. തോറ്റ് ജീവിക്കുന്നവൻ ഒന്നും ചെയ്യാനില്ല, ഒന്നും നഷ്ടപ്പെടാൻ. നമ്മളൊക്കെ അതിൻ്റെ ഹെഡ് ഓഫീസിലിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരിക്കലും വിജയം ജീവിതത്തിൽ വന്നിട്ടില്ല. വിജയത്തിൻ്റെ മാധുര്യം നമുക്ക് അറിയേയില്ല. തോൽവിയുടെ എല്ലാ എക്സ്ട്രീം ലെവലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലതാണ്. ഓക്കെ, എന്താപ്പാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മൾ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞത് അല്ലേ? ഭഗവാൻ എല്ലാം സമർപ്പിച്ചു. ആരോടും പകയോ വിദ്വേഷമോ കോമ്പറ്റീഷനോ ഇല്ല നമ്മൾക്ക്. തല്ലണോ തല്ലിക്കോ, തെറി വിളിക്കണോ വിളിച്ചോ, ചീത്ത പറയണോ പറഞ്ഞോ. ആ ഡോർ ക്ലോസ് പണ്ടപ്പാ, ആ മൈൻഡ് സെറ്റിലേക്കായി നമ്മൾ അല്ലേ? അയ്യോ നാരായണ ബിന്ദമ്മ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കായി നമ്മൾ. എന്ത് സംഭവിച്ചാലും ശരി, ബിന്ദമ്മേ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്തൂടെ? എത്ര വട്ടം വിളിക്കണേ? അത് ചെയ്യാതെയാണോ ഇങ്ങനെ മിക്സി കടിക്കണേ? അപ്പം എന്ത് സംഭവിച്ചാലും ശരി നമ്മൾക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? നമ്മൾക്ക് വലുതായിട്ട് ഇനി വിജയത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിലൊന്നല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും തോറ്റിട്ടുള്ള ആൾക്കാരാണ്. തോറ്റിട്ടുള്ള നമ്മൾക്ക് ഇനിയിപ്പോൾ എന്ത് നഷ്ടപ്പെടാനോ ഒന്നുമില്ല. പക്ഷെ ചില വ്യക്തികൾ എങ്ങനെയാണെന്ന് അറിയാം, അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള വലിയ ഹൈ പൊട്ടൻഷ്യൽ പൊസിഷനിൽ അവരവിടെ നിൽക്കും. പക്ഷെ മനസ്സ് മൊത്തം ദുഷ്ടതയായിരിക്കും. ആ ദുഷ്ട സ്വഭാവം ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഓപ്പോസിറ്റിൽ നിന്ന് നിൽക്കുന്ന വ്യക്തികളെ ദ്രോഹിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ഉറപ്പായിട്ടും ഭഗവാൻ ഹരിച്ചു കളയും, ഇല്ലായ്മ ചെയ്യും. നമ്മളായിട്ട് ആരുടെയും പതനം കാണാൻ ആഗ്രഹിക്കേണ്ട. സർവേശ്വരനറിയാം ആർക്ക് എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളത്. അത് ഭഗവാൻ ചെയ്തോളും. നമ്മളായിട്ട് ആരുടെ ജീവിതത്തിലും കയറി ഇടപെട്ട് ആരെയും ദ്രോഹിക്കാനോ വിഷമിക്കാനോ ആരെക്കുറിച്ച് അപവാദ പ്രചരണം നടത്താനോ വേദനിപ്പിക്കാനോ ഒറ്റപ്പെടുത്താനോ ആരുടെയും അപഹരിക്കാനോ ഒന്നിനും പോണ്ട.
എല്ലാം സർവേശ്വരന് വിട്ടുകൊടുക്കുക. അതാ ഇവിടെ പറയുന്നത്, ദുഷ്ടമാർഗചാരികളായിരിക്കുന്ന അരികളെ ഹനിച്ചു കളയും. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാരായാലും അവരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സംസാര ചക്രത്തെ നല്ലതുപോലെ ചുറ്റിക്കുന്ന, എല്ലായിടത്തും ഉള്ള ഒരിടത്തും ഇല്ലാതിരിക്കാതിരിക്കുന്ന ആ ഭഗവാനെ, ആത്മാവോടുകൂടിയിരിക്കുന്ന, ജയിക്കപ്പെടാൻ ആരാലെയും ഭഗവാനെ ജയിക്കാൻ കഴിയില്ല, ഭഗവാൻ മാത്രമേ ജയിക്കൂ. ആരാലെയും ഭഗവാനെ ആക്രമിക്കാനും കഴിയാത്ത, ദുർലഭമായ ഭക്തി കൊണ്ട് ലഭിക്കുന്ന, ചെറിയ ഭക്തി മതി ഭഗവാനോട് ഭഗവാനെ കിട്ടാൻ. അങ്ങനെ ലഭിക്കുന്ന ഒരുപാട് എല്ലാം നഷ്ടപ്പെട്ട് ആരും നമ്മൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സമയത്ത് ലഭിക്കുന്ന, ദുഃഖപൂർവം പ്രാപിക്കപ്പെടുന്ന ഭഗവാന് നമ്മളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട്, നമ്മൾക്ക് ഇത്ര കാലം ഉണ്ടായതെല്ലാം മായയാണ് എന്ന തിരിച്ചറിവിൽ സർവ്വതും നഷ്ടപ്പെട്ടിട്ട് ദുഃഖത്തോടു കൂടി ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചെല്ലുന്ന, സമാധിയിൽ യോഗികളാൽ വളരെ വേദനയോടുകൂടി വസിക്കപ്പെടുന്ന, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, അതാണ് 83-ാമത്തെ ശ്ലോകം. സമാവർത്തോ അനിവൃദ്ധാത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗാ ദുരാവാസോ ദുരാരിഹ. ഓക്കെ, ഇനി 84-ാമത്തെ ശ്ലോകമാണ്. 84-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ശുഭാംഗോ ലോകസാരംഗഃ. ശുഭാംഗോ ലോകസാരംഗഃ സ്തംതു വർധന സുധന്തു സ്തംതു വർധന സുതന്തു സ്തംതു വർധന. വായിക്കാൻ കിട്ടിയോ? ഇന്ദ്രകർമ്മ, മഹാകർമ്മ, കൃതകർമ്മ, കൃതാഗമ. സോറി, ഇന്ദ്രകർമ്മ, മഹാകർമ്മ, കൃതകർമ്മ, കൃതാഗമ. ശുഭാംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാംഗ എന്ന് പറഞ്ഞാൽ ശോഭനങ്ങളായിരിക്കുന്ന അംഗങ്ങളോടുകൂടി ധ്യാനിക്കപ്പെടുന്നവൻ. ശോഭനമായിരിക്കുന്ന അംഗങ്ങളോടുകൂടി ധ്യാനിക്കപ്പെടുന്നവൻ. ഭഗവാന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാലല്ലേ വളരെ ശോഭനമാണ്. അദ്ദേഹത്തിൻ്റെ ആ കൈവിരലുകള്, പാദങ്ങള്, അദ്ദേഹത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളത്, ഭഗവാന്റെ കണ്ണ്, ചിരി, മൂക്ക്, മുടി, വക്ഷസ്ഥാനം, ഭഗവാന്റെ ആലില വയറ് എന്ന് വേണ്ട സർവവും ഭഗവാന്റെതൊരു ബ്യൂട്ടിയാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശോഭനമായിരിക്കുന്ന അംഗങ്ങളെ കൊണ്ട് ധ്യാനിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ധ്യാനിക്കും. ദാമോദര ആരതിയൊക്കെ ഒഴിയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒന്നുമില്ലമ്മ, അവരവിടെ നല്ലോണം മുളകിട്ടിട്ടുണ്ട്, അതിൻ്റെ ചുമ, വേറെ ഒന്നുമില്ല. വല്ലപ്പോഴും ഞാനൊന്ന് കുക്കിംഗ് ഹാൻഡ് ഓവർ ചെയ്യും, അന്ന് എനിക്കിട്ട് പണി തരും. സാറില്ല, ഞാൻ പിന്നെ ശരിയാക്കും. അപ്പോൾ അങ്ങനെ ഭഗവാന് ഭയങ്കരമായ ഭംഗിയുള്ള അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളോടുകൂടി ധ്യാനിക്കുകയാണ് നമ്മൾ ഭഗവാനെ, അല്ലേ? അതുകൊണ്ടാണ് ശുഭാംഗോ എന്ന് പറയുന്നത്. പിന്നെയോ ലോകസാരംഗ. ലോകസാരംഗ എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ സാരത്തെ സാരംഗം പോലെ ഗ്രഹിക്കുന്നവൻ. അതായത് ലോകം ഭഗവാനെ പ്രണമിക്കുകയാണ്. ലോകം തന്നെ, ഈ സമസ്ത ഭൂമണ്ഡലങ്ങളിലുള്ളവരും, അതായത് എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ പ്രണമിക്കുകയാണ്. ലോകസാരംഗ, എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ എന്താണ്? നമസ്കരിക്കുകയാണ്, സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ഭഗവാനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനാണ് ഏറ്റവും ടോപ്പസ്റ്റ്, അത് നമുക്കറിയാമല്ലോ. ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്, ഭഗവാനാണ് ഏറ്റവും വലുത്, സുപ്രീം ലോർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഒക്കെ ശരിയാവും സരളാമ്മേ, വിഷമിക്കാതെ. ഭഗവാനില്ലേ? ഭഗവാൻ ഉണ്ടാകുമ്പോഴേ നമ്മൾ എന്തിനാ പേടിക്കണേ? ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആ ഭഗവാനെ നമ്മൾക്ക് അറിയാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ, അതിൻ്റെ ഇടയിലൂടെ പോണ വഴികളിലുള്ള നമ്മളുടെ ഒരു വേർഡുണ്ട്, ഒരു ജുജുബി എന്നൊക്കെ പറയും തമിഴിൽ, ലൈക്ക് ഓലപ്പടക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കാൻ പാടില്ല.
എന്തും നമ്മൾ ധീരതയോടെ നേരിടുമ്പോഴേ നമുക്ക് ഉന്നതിയിലേക്ക് പോകാൻ പറ്റും, ഇല്ലേ? കുറേ സ്റ്റെപ്പുകൾ കയറി മലയൊക്കെ കയറി കാലൊക്കെ വേദനിച്ച് ഇടയ്ക്ക് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇരുന്ന് ശ്വാസമൊക്കെ വിട്ടിട്ടേ നമ്മൾ പഴനിയിൽ മലയിൽ മേലെ എത്തൂ. അപ്പോഴേ നമ്മൾ മുരുകനെ കാണും. അങ്ങനെ നടന്ന് മേലെ എത്തിയാലേ നമ്മൾ ശബരിമലയിൽ അയ്യപ്പനെ കാണും. തത്വമസി സത്യമല്ലേ പറയണത്. ഒരുപാട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ തിരുപ്പതിയിലെത്തി ബാലാജിയെ കാണുന്നത്, മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട്. ഇതിനെല്ലാം അതിൻ്റെതായ അടിസ്ഥാന തത്വമുണ്ട്. ഗുരുവായൂരും അങ്ങനെ തന്നെ. അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അപ്പോൾ ജീവിതത്തിലും അങ്ങനെ തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ സ്വസ്ഥമായ അവസ്ഥയിലെത്തുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ പാതയിലാണ്. അപ്പം അതുകൊണ്ട് ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യും. ഓക്കെ, ബുദ്ധി കൊണ്ട് തരണം ചെയ്യും. ലോകസാരംഗ, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാനെ നമസ്കരിക്കുകയാണ്. ആ ഭഗവാനെ നമസ്കരിക്കാൻ നമുക്കാണ് സമയം കിട്ടാത്തത്. സുതന്തു എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന തന്തു. ആരുടെയാണ് ഈ ലോകം? ഭഗവാന്റെയാണ്. ആ ശോഭനമായിരിക്കുന്ന ഭഗവാന്റെ ഈ ലോകം ആരുടേതാണോ ആ ലോകത്തിന്റെ ഓണറെ, അധികാരിയാണ് നമ്മൾ പ്രാപിക്കുന്നത്. ആ പാദങ്ങളിലാണ് നമ്മൾ അഭയം തേടുന്നത്. സമസ്ത ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപനായിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് നമ്മൾ അഭയം തേടുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ സുതന്തു എന്ന് വിളിക്കുന്നത്. ശുഭാംഗോ എന്ന് വായിക്കാമോ? എവിടെയുമുള്ളത് ശുഭാംഗോ? അങ്ങനെ വായിക്കാം. ശുഭാംഗോ ലോകസാരംഗ സുതന്തു സ്തംതുവർധന. പിന്നെന്താ പറയുന്നത്? ഇന്ദ്രകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സുതന്തു കഴിഞ്ഞാൽ തന്തുവർധന ഉണ്ട്. സംസ്തുവർധന നമ്മൾ പഠിച്ചില്ലേ? അത് ലോകത്തെ പോഷിപ്പിക്കുന്നവൻ. ഈ ലോകത്തെ നിലനിർത്തുന്നതും ഈ ലോകത്തെ വളർത്തുന്നതും ഒക്കെ എന്താണ്? ഭഗവാനാണ്. നമ്മൾ വിചാരിക്കൽ എന്താ? അയ്യോ മൊബൈൽ അവർ കണ്ടുപിടിച്ചു, ഇത് ഗൂഗിൾ ഇവർ കണ്ടുപിടിച്ചു, അയ്യോ അവർ ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവർക്ക് കൊടുത്തത് ഭഗവാനാണ്. അതാരും ശ്രദ്ധിക്കുന്നില്ല. ഇലക്ട്രിക് കണ്ടുപിടിച്ചു, ആ ഇലക്ട്രിക് കണ്ടുപിടിച്ച ആളാണ് ഏറ്റവും വലുത്. ഗ്രാവിറ്റി കണ്ടുപിടിച്ചു, ആ വ്യക്തിയാണ് ഭയങ്കര ബുദ്ധിമാൻ. ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രീമിൽ ഈ ബുദ്ധിയെല്ലാം അവരിലേക്ക് കൊടുത്തതാരാ? ഭഗവാനാണ്. വന്ദേ ഭാരത് വന്നു, അയ്യോ വന്ദേ ഭാരത് നമുക്ക് അങ്ങനെ ഇങ്ങനെ. ഈ വന്ദേ ഭാരത് എന്നുള്ള ഐഡിയ ആര് കൊണ്ടുവന്നു? ആ വ്യക്തിക്ക് ആ ബുദ്ധി കൊടുത്തത് ഭഗവാനാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സത്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വരനാണ് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ദ്രകർമ്മ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ കർമ്മം പോലെയുള്ള കർമ്മത്തോടു കൂടിയവൻ. ഇന്ദ്രന്റെ കർമ്മം എന്താണ്? ഐശ്വര്യം നൽകുക എന്നുള്ളതാണ്. സ്വർഗത്തിലല്ലേ ഇരിക്കണത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മ, ഭഗവാന്റെ കർമ്മം എന്താണ്? എല്ലാ ജീവാത്മാക്കൾക്കും ഈ ഭഗവാനേ ഉള്ളൂ എന്ന സത്യം. മറ്റുള്ളതെല്ലാം മായയാണ്, ഭഗവാനേ ഉള്ളൂ, ഐശ്വര്യം പ്രദാനം ചെയ്യും. അതാണ് എന്ത്? നമ്മുടെ ഇന്ദ്രകർമ്മ. മഹാകർമ്മ, അടുത്തത് മഹാകർമ്മ. അതായത് മഹത്തുക്കളായിരിക്കുന്ന ആകാശാദി ഭൂതങ്ങളാകുന്ന കർമ്മത്തോടു കൂടിയവൻ. മഹത്തുക്കളായ ആകാശാദി ഭൂതങ്ങളാകുന്ന കർമ്മത്തോടു കൂടിയവൻ. ആകാശവും ഭൂമിയും വായും ജലവും അഗ്നിയും എല്ലാം ഭഗവാനാണ്. ഈ എല്ലാ മഹത്തുക്കളെയും നിലനിർത്തുന്നതും എല്ലാ മഹത്തുക്കളാകുന്ന കർമ്മത്തോടു കൂടിയിരിക്കുന്നവനും ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ മഹാകർമ്മ എന്ന് വിളിക്കുന്നു. മഹാകർമ്മ. ഇനിയോ കൃതകർമ്മ. അടുത്തത് കൃതകർമ്മ. ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യും ഭഗവാൻ. നമ്മളാണ് പറയുമോ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ടത് മറ്റന്നാൾ. ഞാൻ അതിൻ്റെ എക്സ്ട്രീമാണ് കേട്ടോ. 8 മണിക്ക് ചെയ്യേണ്ടത് 10 മണിക്ക് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് 8 മണിക്ക് വേറെ കാര്യം ചെയ്യും, 10 മണിക്ക് അതിൻ്റെ അടുത്ത കാര്യം ചെയ്യും, 10 മണിക്ക് ചെയ്യേണ്ടത് രാത്രി 10 മണിക്കാക്കും. ഇങ്ങനെ. പക്ഷെ എല്ലാം ചെയ്ത് വെച്ചിട്ടേ കിടന്നുറങ്ങും. ഒന്നും പെന്നിയും വെക്കൂല. അത് രാത്രി 1 മണിക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വരാറില്ല. മഞ്ജരീസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. 1 മണി 2 മണിക്കൊക്കെ ഞാൻ ഓഡിയോ ഇടാറുണ്ടല്ലോ വാട്സപ്പിൽ. നിങ്ങൾ തന്ന മെസ്സേജുകളൊക്കെ ചില സമയത്ത് ഇവിടെ ഇരുന്ന് നോക്കും രാത്രിയിൽ. ഇവരൊക്കെ നല്ല ഉറക്കമായിരിക്കും, കൂർക്കം വലിച്ചുറങ്ങും. ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശാന്തി മാതാജി ഇവിടെ ഉറങ്ങുന്നത്, ശാന്തി മാതാജിയുടെ മക്കളെ, എൻ്റെ സഞ്ജൂട്ടൻ, വിനോദ് പ്രഭു, ബിന്ദം എല്ലാം നല്ല ഉറക്കമായിരിക്കും.
ഞാനപ്പോൾ ടേബിളിൽ വെച്ചിരുന്നിട്ട് മൊബൈൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് അതിനിങ്ങനെ റിപ്ലൈ കൊടുക്കും. അപ്പോൾ ശാന്തി മാതാജി പറയും, അയ്യോ മാതാജി ഉറങ്ങിയില്ലേ? ആ ഉറങ്ങാം മാതാജി, കുറച്ച് ദിവസം ഉറങ്ങാം. അല്ല മാതാജി വെച്ചോളൂ, ബാക്കി ഞാൻ ചെയ്തോളാം. ആ ഓക്കെ അമ്മ ഓക്കെ എന്ന് പറയും. ചിലപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആകുമ്പോൾ ഞാൻ കിടക്കും, പക്ഷെ പാവം ബാക്കി അത് ചെയ്യും, അവർ ചെയ്യും. നേരെ നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് ബെഡൊക്കെ വിരിച്ചിട്ട് പോയി സുഖമായിട്ട് മാക്സിമം 2 hours അത്രയ്ക്കേ ഉറങ്ങാൻ പറ്റൂ. 2.5 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഫ്രഷാണ്. കാരണം എന്താ, ആ 2.5 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പാണ്. മൊബൈൽ അടുത്ത് തന്നെ വെക്കും. ചിലപ്പോൾ സൈലൻ്റ് ആയി പോകും, ഞാൻ അറിയില്ല. ചിലപ്പം സൈലൻ്റ് അല്ലെങ്കിൽ ഫോൺ എടുക്കും. ആരെങ്കിലും വിളിച്ചാൽ മഞ്ജരീസിനെ വിളിച്ചാലും ആരെങ്കിലും കൂടി, അമ്മ ഞാൻ കുറച്ചൊരു കിടക്കുകയാണ് പിന്നെ വിളിക്കാമെന്ന് പറയും. ഓക്കെ എന്ന് പറയും. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പിന്നെ അവരുണ്ടല്ലോ, അപ്പോൾ അവർ നോക്കിക്കോളും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ നോക്കിക്കോളും. അവർക്കറിയാം ഒന്നെങ്കിൽ ഞാൻ കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഡബ്ബിങ്ങിലായിരിക്കും, അവർക്കറിയാം. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ 24 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മാറ്റി വിടൂല. അപ്പം എല്ലാ കർമ്മങ്ങളും ആരാണ് ഇവിടെ ചെയ്യുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെറിയ ജീവിതത്തിൽ ഇത്രയും ബിസി ആവണമെങ്കിൽ ഭഗവാൻ എത്രത്തോളം ബിസി ആയിരിക്കണം? എന്നിട്ടും ഭഗവാനെ നമ്മൾ കണ്ണാന്ന് വിളിക്കുമ്പോൾ ഓടി എത്തുന്നില്ലേ? ആ ഹൃദയം കൊണ്ട് കൃഷ്ണാന്ന് വിളിക്കുമ്പോൾ എത്തുന്നില്ലേ? അപ്പം എത്ര സിമ്പിളാണ് ഭഗവാൻ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ സിമ്പിളായ ഭഗവാനെ നമ്മൾ അത്രയും ഹമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതെ, ലാലി മാതാജിക്കൊക്കെ ചിലപ്പോൾ 1:30-2 മണിക്കൊക്കെ ഞാൻ മെസ്സേജ് ഇട്ട് കൊടുക്കും. ചിലർ ചോദിക്കട്ടോ മാതാജി കിടന്നില്ലേ? മെസ്സേജസ് ഒരുപാടുണ്ടാകും, നോക്കി തീർത്തില്ലേ, ആകെപ്പാടെ ഒരു ടെൻഷൻ വരും എന്ന് പറയും. കുറേ ക്ലാസ്സിന് പ്രിൻ്റ് എടുക്കാനുള്ളതെല്ലാം പ്രിൻ്റ് എടുക്കും, അതെല്ലാം കുത്തിയിരുന്ന് വായിക്കും. മിക്കപ്പോഴും കിടക്കുമ്പോൾ ബുക്ക് എടുത്തിട്ടാണ് വായിച്ചിട്ടാണ് കിടക്കുക. അങ്ങനെ വായിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോകും. നാളെ ക്ലാസ് എടുക്കണ്ടേ നിങ്ങൾക്ക്? ഞാൻ പഠിക്കണ്ടേ? ഞാൻ പഠിച്ചാലല്ലേ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ? അല്ലാണ്ട് പഠിക്കാതെ വെറുതെ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ആ ഭഗവാന്റെ തൃപ്പാദത്തെങ്കിൽ നമ്മൾ നമസ്കരിക്കാനും പഠിക്കണം. ഓക്കെ, പിന്നെന്താ പറയണത്? കൃതകർമ്മ, ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ എല്ലാം ഭഗവാൻ ചെയ്തു തീർക്കുന്നുണ്ട്. എല്ലാ ഭക്തരുടെ പ്രയാസവും ഭഗവാൻ തീർത്തു തരും, എല്ലാവരുടെ കഷ്ടപ്പാടുകളും തീർത്തു തരും. അങ്ങനെയുള്ള ആ ഭഗവാൻ കൃതാഗമ എന്ന് പറഞ്ഞാൽ വേദരൂപമായിരിക്കുന്ന ആഗമത്തെ ഉണ്ടാക്കിയവൻ. കൃതാകർമ്മ, വേദം കൊണ്ടുവന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ് തന്നത്. വേദരൂപത്തെ കൊണ്ടുവന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാനെ കൃതാഗമ എന്ന് വിളിക്കുന്നു. കൃതാഗമ. അപ്പോൾ നമ്മൾ 84-ാമത്തെ ശ്ലോകം പഠിച്ചു. ശുഭാംഗ, ശോഭനമായിരിക്കുന്ന അംഗങ്ങളോടുകൂടി ധ്യാനിക്കപ്പെടുന്ന, ലോകങ്ങളുടെ സാരത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന, ലോകം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിക്കുന്ന, ശോഭനമായിരിക്കുന്ന ഈ ലോകം ആരുടേതാണോ, അതായത് ഭഗവാന്റേത്, ആ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തെ ദിനംതോറും ഉയർത്തിക്കൊണ്ടുവരുന്ന, ഇന്ദ്രന്റെ കർമ്മമായിരിക്കുന്ന ഐശ്വര്യത്തെ നമുക്ക് ദാനമായി നൽകുന്ന, എല്ലാ ആകാശാദി ഭൂതങ്ങളോടും കൂടിയിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന, ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന, വേദരൂപമായിരിക്കുന്ന ആഗമത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ആ പരമോന്നതമായ സത്യമായ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം. ഓക്കെ, ഇനി 85-ാമത്തെ ശ്ലോകം കൂടി എടുത്തിട്ട് നിർത്താം. എന്നിട്ട് നമുക്ക് 12 85-ാമത്തെ ശ്ലോകം കൂടി എടുത്തിട്ട് ഇന്ന് ഒരു ക്ലാസ്സും കൂടി വെക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും അല്ലേ? എത്ര മണിക്ക് വെക്കാം? വൈകിട്ട് എന്തായാലും നടക്കൂല, 8 മണിക്കൊന്നും. 8 മണിക്ക് ഇപ്പം ഞാൻ മാസ്റ്ററിനോട് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകണമല്ലോ, അമൃതയും വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ 8 മണിക്ക് നടക്കൂല. 6:30-ക്ക് പൂജയുണ്ട് കിച്ചൂട്ടൻ്റെ. 3 മണിക്ക് പാരായണത്തിന് എത്തണം. 3, 4, 5 3 മണിക്കൂർ പാരായണം പോവും. 6:30-ക്ക് കിച്ചൂട്ടൻ്റെ പൂജ, അതും കഴിഞ്ഞ് 8 മണിക്ക് അങ്ങോട്ട് പോവും. പിന്നെ തിരിച്ച് 10 മണിക്കേ വരത്തുള്ളൂ. 10 മണിക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ റെഡി, പക്ഷെ പാവം നിങ്ങളെല്ലാം ഉറങ്ങിപ്പോവും. അപ്പോൾ 10 മണിക്ക് വന്നിട്ട് ഫ്രഷപ്പ് ആയിട്ട് ഒരു 11 മണിക്ക് മെസ്സേജ് നോക്കാനിരിക്കാം. ഒരു 12:30-1 മണി വരെ മെസ്സേജ് നോക്കാം. 1:30 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. തിരിച്ച് 2:55 3 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോൾ ക്ലാസ് എടുക്കാം? ഇപ്പോൾ 12 ഇപ്പം ഞാൻ പോയാലേ എനിക്ക് അപ്പത്തേക്ക് എത്താൻ പറ്റൂ. നാളെ ഷൂട്ടുണ്ട്. എനിവേ നോക്കാം.
ഇതിൻ്റെ ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 1 hour സമയം കിട്ടിയാൽ ഞാൻ വീണ്ടും ലൈവിൽ വരാം, ക്ലാസ് എടുത്തരാം. അപ്പോൾ 2 or 3 ക്ലാസ് എടുത്തിട്ടാൽ ലൈവ് കാണാത്തവർക്ക് ആ ക്ലാസ് കാണുകയും ചെയ്യാം, ഷെയർ ചെയ്യേണ്ട സർവീസ് ഗ്രൂപ്പിന് ഷെയർ ചെയ്യുകയും ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഓക്കെ, നോക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കാം. 85ാമത്തെ ശ്ലോകം കൂടി എടുത്തുതരാം. ബോറടിക്കുന്നുണ്ടോ? എനിക്കിങ്ങനെ കുറേ സംസ്കൃത ശ്ലോകമൊന്നും ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞിങ്ങനെ ഡിസിപ്ലിനോട് കൂടി വന്നിരുന്ന് ഇങ്ങനെ പറയാനൊന്നറിയില്ല. ഞാനിതാണ്, നമ്മുടെ ക്ലാസ്സും ഇതാണ്, കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും കുറേ പഠിക്കുക. 85ാമത്തെ ശ്ലോകം ഉദ്ഭവോ സുന്ദര. കാരണം ഇത് സഹസ്രനാമം തീർത്തിട്ട് വേണം വേറെയും കുറേ സബ്ജക്ട്സ് എടുക്കാനുണ്ട് നമുക്ക്. ഗീത നമ്മൾ പാതി വെച്ചിരിക്കുകയാണ്, ഗീത തീർക്കണം നമുക്ക്. ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന. സുലേഖ മാതാജി. ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന. അർക്കോ വാജസന. അർക്കോ വാജസന ശൃംഖി ജയന്ത സർവവിജയി. ശൃംഖി ജയന്ത സർവവിജയി. അതായത് ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന. അർക്കോ വാജസന ശൃംഖി ജയന്ത സർവവിജയി. 85ാമത്തെ ശ്ലോകം. ഉദ്ഭവ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വേച്ഛ പോലെ ഉത്കൃഷ്ടമായിരിക്കുന്ന ഭവം. ഭവം എന്ന് പറഞ്ഞാൽ ജന്മം എന്നർത്ഥം. ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജന്മമാണ് നമ്മളുടെ എല്ലാം, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ജന്മം നൽകിയ ആ ജന്മത്തോടു കൂടിയാണ് ഭഗവാൻ നമ്മളിലേക്ക് അടുത്തത്, അല്ലേ? നമ്മൾ ആ ജന്മം കിട്ടിയപ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായ ജന്മം എന്ന് പറയുന്നത്? നമ്മൾ മനുഷ്യജന്മമായതുകൊണ്ട്. മനുഷ്യന്മാർക്കാണ് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള കഴിവ്. അപ്പം അങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജന്മമാണ് ഭഗവാൻ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് ഉദ്ഭവ, ഉദ്ഭവം എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ്. സുന്ദര, സുന്ദര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാതിശയമായിരിക്കുന്ന സൗഭാഗ്യമുള്ളവൻ. എല്ലാ സൗഭാഗ്യങ്ങളും എവിടെയുണ്ട്? ഭഗവാനുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ ആ ഭഗവാൻ നമ്മൾക്ക് തരേണ്ട സമയത്ത് തരേണ്ട കാര്യങ്ങൾ കൃത്യമായി നൽകും. എല്ലാ സൗഭാഗ്യങ്ങളും തരും. ആരും ദുരിതപ്പെട്ടൊന്നും പോവില്ല. ഭഗവാനെ വിളിച്ച ഒരാൾക്കും നാശമില്ല. ചെറുതായിട്ട് വിശക്കുണ്ട്, സാരില്ല, പോട്ടെ. നമുക്ക് എന്തായിന്ന് ചോദിച്ചാലോ? എവിടെ വരെ എത്തി അവരുടെ കുക്കിംഗ് എന്ന് ചോദിച്ചാലോ? രണ്ടാളും കയറിയിട്ടുണ്ട്. ബിന്ദമ്മേ, ബന്ധു, എന്തായി? ഒന്ന് അമൃതാഞ്ജനം എടുത്തിരു. എന്തായി? ആയോ? കറിയായോ? താളിച്ചോ? എന്തൊക്കെ ഇട്ടാ താളിക്കുക? വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ, കടുക്, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു ഉണക്കമുളക്. ആ മോരിലേക്ക് വെച്ച് പിടക്കി തിന്നാൻ പറ്റുമളിയാ? ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ അവ കിട്ടാൻ പോണത്? മോര് കറി കിട്ടുമോ അവോ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടരാട്ടോ. ഗുരുവായൂരപ്പൻ അറിയാം മോര് കറി സ്വാഹയായോന്ന്. ഹരേ കൃഷ്ണ നാരായണ. ഉദ്ഭവോ. ഈ ബാമിൻ്റെ അടി കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നത് കേട്ടോ. അതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറയും അമൃതാഞ്ജൻ്റെ കുപ്പീൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം കാണണമെങ്കിൽ അമ്മൂൻ്റെ അടുത്ത് നോക്കിയാൽ മതി. സത്യം. അപ്പോൾ അതൊക്കെ പോട്ടെ. ഉദ്ഭവ, ഉദ്ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ജന്മമാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? ചിരിക്കാനും ചിന്തിക്കാനും എല്ലാം നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യൂല എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളതാണ്. ചിരിക്കൂല്ല, ചിന്തിക്കൂല്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും സത്യമായിട്ട് പറ്റൂല. ഞാനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും ഇങ്ങനെ ഒരു ഇരിക്കാനേ പറ്റൂല. എന്തെങ്കിലും പറഞ്ഞാൽ എപ്പോഴെങ്കിലും ചിരിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചില ആൾക്കാരുണ്ട് ഒരിക്കലും ചിരിക്കില്ലപ്പാ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കണ്ടാലേ എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നും. കാരണം ചിരിക്കുക, ചിന്തിക്കുക, പരസ്പരം മനസ്സിലാക്കുക, അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമുള്ള കാര്യമാണ്.
അല്ലേ? ക്ഷമിക്കുക, പൊറുക്കുക, ചേർത്ത് പിടിക്കുക, അതൊക്കെയാണ് ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ, അതിനൊക്കെ സാധിക്കുന്ന ഒരു ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ് ഗുരുവായൂരപ്പൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ജന്മം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ഇനി സുന്ദര, സുന്ദര എന്ന് പറഞ്ഞാൽ ലോകാതിശയായിരിക്കുന്ന സൗഭാഗ്യമുള്ളവൻ, എല്ലാ ലോകങ്ങളും അതിശയിക്കുന്ന സൗഭാഗ്യം ആർക്കുണ്ട്? ബിന്ദമ്മേ, ഈ ഡോറും തുറന്നേ. ലോകം തന്നെ അതിശയിക്കുന്ന സൗഭാഗ്യത്തോടു കൂടിയാണ് ഭഗവാൻ ഇരിക്കുന്നത്. ലോകം തന്നെ അതിശയിക്കുന്ന സൗഭാഗ്യം ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ സുന്ദര എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഹായ് മാഡം, വണക്കം. ആരാ വന്നത് നോക്കിക്കേ. അയ്യോ, ശാന്തി മാതാജി പോലും. ലഞ്ച് വിടുന്നല്ലേ? ഒന്ന് മോരുകറിയിട്ട് നോക്കൂ മാതാജി, എന്തോ വഴി ഒപ്പിച്ചിട്ടുണ്ട്. ഏ സഞ്ജു, എന്നാ സാപ്പിട്ടെ? ഇനിമേൽ എതും സാപ്പിളിയാ? மாமா கிட்ட ஏதாவது ஆப்பிள் இருக்கு ஃப்ரிட்ஜில், எடுத்துக்கோ. சாமிக்கு வச்சது எடுத்துக்கோப்பா, பரவாயில்ல, நீ சாப்பிடு. வந்தா எதாவது சாப்பிட்டு போய் தண்ணி குடி. இல்லைனா ஒரு சாப்பிட்டியா? ஏ டைம் என்னாச்சு? 12. நீ இது வரைக்கும் எதுவும் சாப்பிடலையாப்பா? சாயந்தரம் எங்க? அது க்ளோஸ் பண்ணுங்க. ஸ்கூல் போயிட்டீங்களா? രക്ഷപ്പെട്ട്. ദേവദാസ് പ്രഭു, ശാന്തി മാതാജി വന്നതിന് എനിക്കൊരു ആശ്വാസം. എനിക്ക് കുറേ പണി ചുരുങ്ങും. നിങ്ങളൊക്കെ ചെന്നൈയിലുണ്ടെങ്കിൽ എത്ര എളുപ്പമുണ്ട് സത്യം. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, മഞ്ചരീസിന് എത്ര വർക്ക് നടക്കും, എത്ര അന്നദാനങ്ങൾ തീരും. ഇനി എല്ലാവരും പോയി അവിടെ ഇരിക്കുക കേരളത്തിൽ, എന്നെ ഇവിടെ ഇട്ടിട്ട്. നിങ്ങൾക്ക് ഇവിടെ ചെന്നൈയിൽ വന്ന് സെറ്റിലായിക്കൂടെ? അപ്പം എന്താ പറയാന്ന് പറയാം. പിന്നെ മാതാജിക്ക് ഇവിടെ വന്ന് സെറ്റിലായിക്കൂടെ? എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടത്തിക്കൂടെ എന്നായിരിക്കും. ശാന്തി മാതാജി കിച്ചണിൽ പോയി. ഇനി മാതാജി നോക്കിക്കോളും കുക്കിങ്. സമാധാനമായി കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചൊക്കെ കിടക്കുകയൊക്കെ ചെയ്യാം, അതറിയോ അല്ലേ സഞ്ജു? കിടക്കുന്നത് ഭയങ്കര രസമാണ്. അവിടെ ഒരു കട്ടില് വിനോദ് പ്രഭു, ഇപ്പുറത്ത് ബിന്ദു അമ്മ, ഇവിടെ രണ്ടിടത്ത് ഞാനും ശാന്തി മാതാജി, ഇവിടെ കിച്ചുകൂട്ടൻ, അപ്പുറത്ത് ശാന്തി മാതാജിയുടെ മക്കള്. ഭയങ്കര രസമാണ്. 1 മണിയിൽ 2 മണിയിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ഞങ്ങൾ ചീത്ത പറയും. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ എന്നൊക്കെ. അപ്പം ഞങ്ങൾ ടെറസിൽ പോകും, തലേണൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കഥ പറയും. അങ്ങനെ 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 അങ്ങനെ. പിന്നെ ജയന്തി അമ്മയും ശങ്കരപ്പയും വന്നപ്പോൾ അപ്പ അമ്മ ഞാൻ ഒരുമിച്ച് കിടന്നുറങ്ങി. അമ്മയും ഞാനും കിടക്കും. എന്നിട്ട് രാത്രിയായി ഞാൻ മൊബൈൽ എടുക്കും, അമ്മ എടുക്കും. റീൽസ് കാണിക്കാനാണെങ്കിൽ അമ്മയുടെ സ്വഭാവം അത്. അമ്മ എന്നിട്ട് അത് എന്നെയും പഠിപ്പിച്ചു. അച്ഛൻ താഴെ കിടന്ന് ചീത്ത പറയും, എന്തിനാ ഈ രാത്രി മൊബൈൽ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ നോക്കും അച്ഛൻ ഉറങ്ങിയത് കണ്ടു കഴിഞ്ഞാൽ മെല്ലെ മൊബൈൽ എടുത്തിട്ട് പിന്നെ റീൽസ് കാണും. അങ്ങനെയൊക്കെയാ. ഇനിയിപ്പോൾ നിങ്ങൾ ആര് വന്നാലും ഈ ഉള്ള സ്ഥലത്ത് ഇതുപോലെ വലിയ ഹൈഫൈ ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. അത്രയ്ക്കൊന്നും തരാൻ മാതാജിയുടെ കയ്യിലില്ല. ഉള്ളതിൽ സ്വസ്ഥമായി നമുക്കിവിടെ ഒരു പാത്രത്തിലിട്ടുണ്ട് ഒരുപോലെ കുക്ക് ചെയ്ത് കളിച്ച് ചിരിച്ച്. ഡൈനിങ് ടേബിളൊന്നും ഞാൻ വാങ്ങിയിട്ടിട്ടില്ല, അതൊക്കെ കേരളത്തിലാണ്. നമ്മളിവിടെ കിച്ചൂട്ടൻ്റെ മുമ്പിൽ താഴെ ഇരുന്നിട്ട് സുഖമായിട്ട് ഭക്ഷണം കഴിക്കും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും വരാം മാതാജിയുടെ അടുത്തേക്ക്, ആർക്ക് വേണമെങ്കിലും താമസിക്കാം. ആരായാലും സെൽഫ് അപ്പന. അപ്പം ദാറ്റ് മീൻസ് കുക്കിങ് കാര്യങ്ങളെല്ലാം ഒരുപോലെ. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഒരു ജന്മം നമുക്ക് കിട്ടും. ആ ജന്മം നമ്മൾ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചിരിച്ചും ചിന്തിച്ചും കളിച്ചും സന്തോഷിച്ചും ഒരുപോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി സുന്ദ എന്ന് പറയുന്നുണ്ട്, സുന്ദര എന്ന് പറയുന്നുണ്ട്. ലോകാധീശമായിരിക്കുന്ന സൗഭാഗ്യങ്ങളാണുള്ളത്. അത്രയും വലിയ അതിശയകരമായ സൗഭാഗ്യങ്ങളാണ് പോരെ, സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ നമുക്ക് തന്നതും ഭഗവാനുള്ളതും. ആ സൗഭാഗ്യങ്ങളെ നമ്മൾ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ സുന്ദ എന്ന് പറഞ്ഞാൽ സുഷ്ടുവായ രീതിയിൽ ഉദനം ചെയ്യുന്നവൻ, അതായത് നല്ലതുപോലെ ആർദ്രഭാവം ചെയ്യുന്നവൻ. ഭഗവാൻ അത്രത്തോളം നമ്മളിൽ കരുണയുള്ളവനാണ്. നമ്മൾ എന്ത് വിഷമം പറഞ്ഞാലും ആ ഭഗവാൻ നമുക്കത് ശരിയാക്കി തരും. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അന്നും ഇന്നും ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് പറയുന്നു, നമ്മുടെ എന്ത് പ്രയാസങ്ങളും നമുക്ക് ഭഗവാൻ എന്തെങ്കിലും തീർത്ത് തരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് നമ്മളെപ്പോഴും ചിന്തിക്കുക. അല്ലാണ്ട് നമ്മൾ ഒന്നിലും ടെൻഷൻ അടിച്ച് വിഷമിച്ച് വേദനിച്ച് ഒന്നും നമ്മൾ ചെയ്യണ്ട. ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങൾ തീർത്ത് തരും, അതെന്ത് വലിയ പ്രശ്നമായിക്കോട്ടെ. രക്തനാഭ, അതായത് അതേ സുലേഖമ്മ,
അടുത്ത ആൾ എന്തിനൊക്കെയോ ഓടിക്കൊണ്ടിരിക്കണം. കാണാം എന്തിനാ ഓടിയത്. താൻ എൻ്റെ കറിവേപ്പില ചെടിയിൽ നിന്ന് 2 ദിവസമായിട്ട് കറിവേപ്പില പറിച്ചുകൊണ്ടിരിക്കണം മാതാജി. എത്രയോ പറിച്ചുകൊണ്ട് വരുന്നത് വിനോദ് പ്രഭു. ഞാൻ കറിവേപ്പില നടും പുള്ളി പോയി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. രത്നനാഭ എന്ന് പറഞ്ഞാൽ രത്നം പോലെ ശോഭിക്കുന്ന നാഭിയുള്ളവൻ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ നാഭിക്ക് ഭയങ്കര പ്രത്യേകതയാണ്. സമസ്ത ബ്രഹ്മാണ്ടങ്ങളും ആ നാഭിയിലാണുള്ളത്. അപ്പോൾ ആ നാഭിയിൽ നമ്മളിങ്ങനെ ആരതി ഒഴിയുന്നത് കണ്ടിട്ടില്ലേ ദാമോദര ആരതി സമയത്ത്. അപ്പം അതുകൊണ്ടാണ് രത്നനാഭ, രത്നം പോലെ ശോഭിക്കുന്ന നാഭിയുള്ളവൻ. ഇനി സുലോചന. സുലോചന എന്ന് പറഞ്ഞാൽ ശോഭനമായ കണ്ണുകളുള്ളവൻ. അതാണ് ഭഗവാൻ. ശോഭനമായ കണ്ണുകളുള്ളവനാണ്. ഭഗവാന്റെ കണ്ണുകൾക്ക് ഭയങ്കര പ്രത്യേകതയാണ് അല്ലേ, ഭയങ്കര ഭംഗിയാണ് ഭഗവാന്റെ കണ്ണ്. ഇനി അർക്ക. അർക്ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാദി പൂജിതന്മാരെ പോലും അവർ പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നു, അർച്ചിക്കപ്പെടുന്നു, പൂജിക്കുന്നു. അവർ പോലും ഭഗവാനെ പൂജിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അർക്ക എന്ന് പറയുന്നത്. ബ്രഹ്മാദി പൂജിതന്മാരാൽ പോലും എല്ലാ ദേവാദി ദേവഗണങ്ങളും ഭഗവാനെ പൂജിക്കുന്നുണ്ട്. ഇനി വാചസ്സന, അതായത് യാചകർക്ക് ദാനം, അന്നത്തെ ദാനം ചെയ്യുന്നവൻ. ഭഗവാനോട് നമ്മൾ എന്താണോ യാചിക്കുന്നത് അത് ഭഗവാൻ നമുക്ക് നൽകും, ഉറപ്പായിട്ടും നൽകും. അതുകൊണ്ടാണ് വാചസ്സന എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനോട് എന്നും യാചിക്കണം. എന്തിനാ യാചിക്കേണ്ടത്? കാശിനാണോ, ഭക്ഷണത്തിനാണല്ല. ഭഗവാനെ സമസ്താപരാധങ്ങളും പുറത്ത് ഭഗവാൻ നല്ല ജന്മമാക്കി തരണേ, സമാധാനം നൽകണേ, അത് മതി. ഭഗവാന്റെ ഇഷ്ടം എന്തോ അത് എന്നിൽ നിറവേറ്റപ്പെടണേ എന്ന് നമ്മൾ യാചിക്കണം ഭഗവാനോട്. ഇനി ശൃംഗി. ശൃംഗി എന്ന് പറഞ്ഞാൽ പ്രളയജലത്തിൽ കൊമ്പുള്ള മത്സ്യത്തിൻ്റെ രൂപത്തെ ധരിച്ചവൻ. പ്രളയജലത്തിൽ കൊമ്പുള്ള മത്സ്യത്തിൻ്റെ രൂപത്തെ ധരിച്ചവൻ. വരാഹരൂപമൊക്കെ ഭഗവാൻ ധരിച്ചില്ലായിരുന്നു. അങ്ങനെ പല പല രൂപങ്ങൾ ധരിച്ചിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞാൽ ജയന്തഹ. ജയന്തഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ അതിശയകരമായി ജനിക്കുന്നവൻ. താമര ഇതൾ പോലെയുള്ള കണ്ണ. ശത്രുക്കളെ അതിശയകരമായി ജയിക്കും ഭഗവാൻ. എളുപ്പം ഭഗവാൻ ജയിക്കും അല്ലേ. അല്ലാണ്ട് ഒരിക്കലും ഭഗവാൻ എന്ത് ചെയ്യില്ല, ആ ശത്രുവിനെ പാതിയിലല്ല. ഭക്തന്റെ ശത്രുവാണെന്ന് കണ്ടാൽ അവരെ ശത്രുക്കളെ ഭഗവാൻ അതിശയകരമായിട്ടാണ് ജയിക്കുന്നത്. പിന്നെയോ സർവവിജയി, എല്ലാ വിഷയങ്ങളുടെയും ജ്ഞാനമുള്ളവനും എല്ലാറ്റിനും ജയിക്കുന്ന സ്വഭാവമുള്ളവനുമായവൻ. എല്ലാ വിഷയങ്ങളിൽ നോക്കാനും ഭഗവാന് നല്ല ജ്ഞാനമാണ്, നല്ല ജ്ഞാനമാണ്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ഭഗവാൻ ജയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, നമസ്കരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സമയം കിട്ടണില്ല ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാനെ വിശ്വസിക്കാനും ഭഗവാനെ അറിയാനും. പരാതികളാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കണില്ല, ഒരു പരാതിയാണ്. ആ പരാതിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. സമയമാവുമ്പോൾ കൃത്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടന്നിരിക്കും, ഒരു സംശയവും ഇല്ല. മനസ്സിലാവുണ്ടോ? പരാതികളൊന്നും വേണ്ട. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക, ഏകാഗ്രതയോടുകൂടി ഇരിക്കുക. ഇനിയിപ്പോൾ ശാന്തി മാതാജി വന്നു, എനിക്ക് ഇനിയിപ്പോൾ പോകാമല്ലോ. ഇനി മാതാജിയും ആൾക്കാരെ നോക്കിക്കോളും, വീടും വീട്ടിലെ കാര്യങ്ങളും മഞ്ജുരീസിൻ്റെ കാര്യങ്ങളും ഒക്കെ. നിങ്ങളും ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച 85ാമത്തെ ശ്ലോകം. ഒന്ന് ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ, നല്ല വൃത്തിയുള്ള ഉത്കൃഷ്ടമായ ഒരു മനുഷ്യജന്മം നമുക്ക് നൽകിയ ആ ഭഗവാൻ, ആ എല്ലാ ലോകങ്ങളെല്ലാം അതിശയിക്കുന്ന തരത്തിലുള്ള സൗഭാഗ്യത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാൻ, എല്ലാ ഭക്തരോടും ദയ കാണിക്കുന്ന ആ ഭഗവാൻ, രത്നം പോലെ ശോഭിക്കുന്ന നാഭിയോട് കൂടിയിരിക്കുന്ന ആ ഭഗവാൻ, ശോഭനമായിരിക്കുന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന ആ ഭഗവാൻ, ബ്രഹ്മാദി ദേവഗണങ്ങൾ പോലും പൂജിക്കുന്ന ആ ഭഗവാൻ, യാചകർക്ക് എല്ലാം ദാനം നൽകുന്ന ആ ഭഗവാൻ, പ്രളയജലത്തിൽ കൊമ്പുള്ള മത്സ്യത്തിൻ്റെ രൂപത്തെ ധരിച്ച ആ ഭഗവാൻ, ശത്രുക്കളെ അതിശയകരമായി ജയിക്കുന്ന ആ ഭഗവാൻ, എല്ലാ വിഷയങ്ങളുടെയും ജ്ഞാനത്തിനും എല്ലാത്തിനും ജയിക്കുന്ന സ്വഭാവമുള്ള ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമസ്കരിക്കാം. മനസ്സിലായോ? അങ്ങനെയുള്ള ഭഗവാനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് മെല്ലെ നോക്കിയാലോ ബിന്ദമ്മയുടെ പണി എന്താണോ. മാതാജി പപ്പടം വറുത്താം, നമുക്കൊന്ന് പോയി വെക്കാം. ബിന്ദമ്മ എന്താ ചെയ്യണേ, എന്താ ചെയ്യണം മാതാജി? അതെല്ലേ, നോക്കാം. നമ്മളെ കിച്ചൂട്ടനെ നിങ്ങൾ കണ്ടില്ലല്ലോ. നോക്കാം, നമുക്ക് ഒച്ചല്ലാതെ പോവാം. അപ്പം കണ്ടുപിടിക്കാലോ എന്താണ് പരിപാടിന്ന്.
ആ ആ രണ്ടാളും അടിയായി. എന്താ ചെയ്യണ വിനോദേട്ടാ? ഇവിടെ എന്താ പ്രശ്നം? എന്താണ് മാതാജി എടുക്കുന്നത്? ഏത് പപ്പട? സാധാരണ ഉണ്ടാക്കി വെക്കുന്ന ഉണ്ടല്ലോ, പാത്രം ഉണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. ചോറൊക്കെ എവിടെ? മോരുകറി നോക്കട്ടെ മാതാജി, മോരുകറി നോക്കട്ടെ. മോരുകറിയൊക്കെ ശരിയായോന്ന്? ആ സൂപ്പറായിണ്ടല്ലോ. ആ അടിപൊളി അടിപൊളി. ബിന്ദമ്മ ഉണ്ടാക്കിയതാ? പിന്നെ ആരുണ്ടാക്കിയതാ? ഞാൻ ബിന്ദമ്മയോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടല്ലോ. ബിന്ദമ്മ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പിലെ ക്ലാസ് കാണുന്ന ഒരാൾ വരച്ചയച്ചു തന്നാണ് കേട്ടോ. വരച്ചയച്ചു തന്നതാണിത്. കണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിനുള്ള പുസ്തകങ്ങളാണ്. നമ്മുടെ പ്രിൻ്റർ, അത് ഇത്. നമ്മുടെ കറിവേപ്പിലത്തോട്ടം കാണിച്ചത്. ആ ഇത് കണ്ടില്ലല്ലോ. അതെ, ബിന്ദമ്മയുടെ സ്വതസിദ്ധമായ സ്വഭാവം ചെയ്ത് ചോറ് കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇവിടെ എല്ലാവരും നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. കണ്ടില്ല എന്നൊരു പരാതി വേണ്ട. ഇതെപ്പോഴും ഇവിടെ പോയിക്കൊണ്ടിരിക്കും. അകത്തും പാട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലാസ് നടക്കുന്നതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്താണ്. ഇത് ഞങ്ങളുടെ കൊച്ചു കൊട്ടാരം. ഇവിടെ നിന്നൊക്കെയാണ് ഇവർ എന്ത് പറിച്ചുകൊണ്ട് വരുന്നത്? കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. കണ്ടോ? മാങ്ങയൊക്കെ കണ്ടോ? ഈ വർഷമുണ്ട് ഇഷ്ടം പോലെ. അത് നമ്മുടെ അടിച്ചു വാരുന്ന സെർവൻ്റ് ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ആരോടോ സംസാരിക്കുന്നുണ്ട്. ഇവിടെയാണ് താഴെ അമ്മൂൻ്റെ വീട്. ഈ വീടാണ് അമ്മൂൻ്റെ വീട്. താഴേക്ക് നമ്മൾ വിളിക്കും. അമ്മൂയേന്ന് വിളിച്ചാൽ വരും. ഇത് കണ്ടില്ലല്ലോ. താങ്ക് യു. നൈസ് ഹോം എന്നാ. ഇനി ഞാനൊരു കാര്യം കൂടെ കാണിച്ചട്ടെ. സി, ഈ പൂവൊക്കെ എന്നും മാറ്റും. എന്നുമില്ല, 2 ദിവസം കൂടുമ്പോൾ. ഇതൊക്കെ ഇനി ഒരു കാര്യം കാണിച്ചിട്ട്, ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം അല്ലേ മാതാജി? ക്ലാസ് കഴിഞ്ഞാൽ മീൻസ് ക്ലാസ് ഇല്ലാത്ത സമയത്ത്. അത് കണ്ട നിങ്ങൾ ആ എന്ത് രസമാണ് മാതാജി എന്ന് പറയും. പ്രതീപേട്ട പെരിയമ്പലം ഒരു സംഭവം കാണിച്ചു തരാം. ബിന്ദമ്മാവ് വിശക്കണോ? ഒരു സംഭവം കാണിച്ചു കേട്ടോ. പിന്നെ ഇനി എപ്പോഴും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. പാട ഞാൻ വീട്ടിൽ മാതാജി കാലത്ത് തന്നെ പോകുന്നു. ഇത് വേണ്ടോ? ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായതുകൊണ്ടാന്ന് തോന്നുന്നു. കിച്ചൂട്ടനെ നോക്കിക്കേ. കിച്ചൂട്ടനെ കണ്ടിട്ടൊക്കെ കുറേ ദിവസമായിന്ന് പറയുന്നില്ലേ.
ഈ പാട്ട് ഇങ്ങനെ ഇവിടെ പോയിക്കൊണ്ടേയിരിക്കും കിച്ചൂട്ടൻ്റെ അടുത്ത്. ഇതൊക്കെ നിങ്ങളെ പ്രത്യേക പ്രാർത്ഥന തരുമ്പോൾ ഞാൻ എഴുതി വെക്കുന്നതാണ്. പ്രത്യേക പ്രാർത്ഥന, മാതാജി പ്രാർത്ഥിക്കണേന്ന് പറയുമ്പോൾ എഴുതി വെക്കുന്നതാണ്. ഇവിടെയും ഗുരുവായൂരപ്പൻ. കണ്ടോ അവർ ഭക്ഷണം കൊണ്ടുവച്ചത് കഴിക്കാൻ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി, നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും പോയി ഭക്ഷണം കഴിക്ക്. 12:15 ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് സാധിച്ചുള്ള ഇന്ന് വൈകുന്നേരം തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ.